السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, എൻ്റെ ആദരണീയരായ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ ഭടന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ധർമ്മസമരം നാളെ ആഖിറത്തിൽ നമ്മുടെ നന്മകളും തിന്മകളും വിലയിരുത്തപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ വളരെയേറെ ഭാരം നൽകുന്ന ഒരു വലിയ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ജീവനതുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഹബീബായ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വിധേയരാകാൻ ആ സൗഭാഗ്യം കിട്ടാൻ ഇതൊരു കാരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സനദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കൊക്കെ അറിയാം. സനദ് അവരുടെ കൈവശമില്ല എന്ന കാര്യവും അറിയാം. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഏറ്റവും വൈകിയ വേളയിൽ അവർ സിറാജ് ദിനപത്രത്തിലൂടെ എഴുതി ചോദിക്കുന്നത്, സനദ് വിവാദം എവിടെ നിന്ന് പടി കടന്നു വന്നതാണ് ഇസ്ലാമിൽ? അങ്ങനൊരു വാദം, സനദ് വേണമെന്ന വാദം ഇസ്ലാമിലില്ല എന്നാണ് അഷ്റഫ് ഫൈസിയുടെ ഭാഷ കടമെടുത്താൽ, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ നമ്മുടെ OM മുഫ്തി ഫത്വ എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായി സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു യഖൂൽ ഇന്നൽ ഇസ്നാദ മിനദ്ദീൻ, സനദ് എന്നത് ദീനിന്റെ അവിഭാജ്യ ഘടകം തന്നെ. സനദ് പ്രധാനമാണ്. വന്യരായ ബഹാഉദ്ദീൻ ഉസ്താദ് ഇവിടെ ഉദ്ധരിച്ചു, വഇല്ല ലഖാല മൻ ശാഅ മാ ശാഅ, ഇല്ലെങ്കിൽ തോന്നിയ ആളുകൾ പറയാൻ തുടങ്ങില്ലേ. സ്വഹീഹ് മുസ്ലിം 173 ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. ഒരു തർക്കവുമില്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ ലോകത്തുള്ളതായി മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹബീബായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ വിശുദ്ധ കേശം ഒരാളുടെ കൈവശമുണ്ടെന്ന കാര്യത്തിൽ സംശയം വന്നാൽ തീർച്ചയായും അതിന്റെ സനദ് കൈമാറാൻ അവർ ബാധ്യസ്ഥരാ. ഇതിലൊരു വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിലില്ല. പിന്നൊരു ചാൻസ് ഉള്ളത് ഇവിടെ സൂചിപ്പിച്ചു, പാരമ്പര്യമായി ഏകകണ്ഠമായി അംഗീകരിച്ച് ഇസ്ലാമിക സമൂഹം കാത്തു സൂക്ഷിച്ചു പോരുന്നതാണെങ്കിലോ അതിന്റെ സനദ് ആരും ചോദിക്കില്ലല്ലോ. മുസ്ലിം സമൂഹം ഏകകണ്ഠമായി നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്നതാണെങ്കിൽ അതിന്റെ സനദ് ഏറ്റവും വലിയ പിൻബലമാണ്, ഏറ്റവും വലിയ സനദാണ്. അത് ഏകകണ്ഠമായി കൈമാറിപ്പോരുന്നു എന്നതിന് അത് ഇസ്ലാമിൽ മുത്തവാത്തിർ എന്ന് പറയും. ഒരു സമൂഹത്തിനും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം അനിഷേധ്യമായി സ്ഥിരീകരിക്കപ്പെടുക, കൈമാറി പാരമ്പര്യമായി പോരുക, അങ്ങനെയായാലും മതി. ഇക്കാര്യത്തിൽ നമുക്ക് വെളിച്ചം വീശുന്നതാണ് വിശുദ്ധ മക്കയിൽ ഒരു മുടി സൂക്ഷിപ്പുണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ആ മുടിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിന്റെ സനദ് പറഞ്ഞിട്ട് രണ്ടാമത്തെ മുടിയെക്കുറിച്ച് അൽ ആസാറുൻ നബവിയ എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ മുടിയെക്കുറിച്ച് അദ്ദേഹം മക്കയിൽ തന്നെയുള്ള മുടിയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഷാറത്തുൻ ഉഖ്റ കാനത്ത് ബി മക്ക, വിശുദ്ധ മക്കയിൽ സൂക്ഷിച്ചു വരുന്ന രണ്ടാമത്തെ ഒരു മുടി. ആ മുടിയെ ദക്കറഹ ഇബ്നുൽ അജമി ഫി തൻസീഹിൽ മുസ്തഫ അൽ മുഖ്താർ നഖലൻ അനിൽ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുല്ലാഹ് വനസ്ഉ ഇബാറത്തിഹി.
ആ മുടിയെക്കുറിച്ച് പറയുന്ന ഇബാറത്ത് ബി മക്ക, വിശുദ്ധ മക്കയിലുണ്ട്. ഷഅറത്തുൻ മിൻ ഷഅരിഹിൽ മുക്കറം, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദരണീയമായ ഒരു വിശുദ്ധ മുടി. മഷ്ഹൂറത്തുൻ, അത് പ്രസിദ്ധമാണ്, അത് തങ്ങളുടേതാണ്. തുസാർ, ആളുകൾ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് സനദ് പറയുന്നതിന് പകരം അവിടെ പറയുന്നു വത്തഫഖൽ ഖലഫു അനി സലഫ് അന്നഹ മിൻ ഷഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാരമ്പര്യമായി മുൻഗാമികളിൽ നിന്ന് പാരമ്പര്യമായി ഏകകണ്ഠമായി ഇത്തഫഖ എന്ന ഏകോപിച്ചു, അനിഷേധ്യമായി എല്ലാവരും സ്ഥിരീകരിക്കപ്പെട്ട ഏകകണ്ഠമായി അംഗീകരിച്ചു വരുന്നു. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും പ്രശ്നമല്ല. ഈ രണ്ട് വഴിയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗങ്ങൾ. കാന്തപുരത്തിന്റെ കൈവശമുള്ള വിവാദമുടി, അതിന് സനദില്ല എന്ന് കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ടു. അവർ പോലും പറഞ്ഞു അതിന്റെ സനദ് അബുദാബിയിലാണ്, ഞങ്ങളെ കൈവശമല്ല. പിന്നെ പാരമ്പര്യമായി അത് ഏകകണ്ഠമായി കൈമാറുന്നു പോയിട്ട് കാന്തപുരത്തിന്റെ കൂടെയുള്ള ആളുകൾ പോലും ആ മുടി അംഗീകരിക്കുന്നില്ല എന്നുള്ള സത്യം. വളരെ പ്രധാനപ്പെട്ട അവരെ പണ്ഡിതന്മാരും ശിഷ്യന്മാരും, അല്ല എന്താ ഇയാൾ അതിനെ കുറിച്ച് പ്രസംഗിക്കാത്തത്, എന്താ അവരെ സ്റ്റേജിൽ വരാത്തത്, അല്ല അയാളെന്താ പ്രസംഗിക്കാത്തത്, മൂപ്പരും ശിഷ്യന്മാരും ഇതിനെതിരാണ്. ഇങ്ങനെ ചോദിച്ചു നോക്കിയാൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് പാരമ്പര്യമായി കൈമാറിപ്പോന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, ഈ നിലവിലുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്നില്ല. പാരമ്പര്യമായി കൈമാറിപ്പോരണമെങ്കിൽ തൊട്ടു മുമ്പ് ആരുടെ കൈവശാതുള്ളത് ഇന്ന് വരെ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ സനദിനെ നിഷേധിക്കുക എന്നത് ഏറ്റവും അവസാനത്തെ അടവായി അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവരെ കയ്യിൽ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനത്തെ ഒരു പിടിവള്ളികളായി പറയുന്നത് ഒന്നാമത്തെ മുടിക്ക് സനദുണ്ടല്ലോ, ആ സനദ് കാന്തപുര ഉസ്താദ് വായിച്ചല്ലോ, എന്തേ സനദില്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവര് വൈരുദ്ധ്യം പറഞ്ഞല്ലോ എന്നാ. ആ മുടി കാന്തപുരത്തിന്റെ മുടിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. ആ മുടി ഒരു ലബനാൻ നാട്ടിലെ പെണ്ണിന്റെ മുടിയാണെന്ന് വേറൊരാള്. ആ മുടി ബാർബർ ഷാപ്പിലെ മുടിയാണെന്ന് വേറൊരാള്. ആ മുടി സിന്തറ്റിക് നൂല് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, കൃത്രിമ നാരാണ് എന്ന് വേറൊരാള്. ഇപ്പൊ ഇവരെല്ലാവരും സമ്മതിക്കുന്നു അത് ഇഖ്ബാൽ മുഹമ്മദ് ജാലാവാലിന്റെ മുടിയാണ്, ഉസ്താദിന് കിട്ടിയ ആ മുടി തന്നെയാണ്. ഇത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യമല്ല. തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇഖ്ബാൽ മുഹമ്മദ് ജാലാവാലുടെ കൈവശത്തു നിന്നാണ് കാന്തപുരവും ഈ ഖസ്റജിയും മുടി കൊണ്ടുവന്നത് എന്ന് വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ മുടി ഏതാണ്? സംശയാസ്പദമാണ്. സംശയമായിട്ടാണ് എല്ലാവരും പറയുന്നത്, ഏകകണ്ഠമായിട്ടല്ല പറയുന്നത്. എന്തായാലും സനദില്ലാത്തത് കൊണ്ട്, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടൊരു കേന്ദ്രത്തിലൂടെ കൈമാറിപ്പോന്നതല്ലാത്തത് കൊണ്ട് ഇത് ഒറിജിനൽ അല്ല എന്ന കാര്യം തീർച്ചയാണ്. ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇഹ്തിമാൽ തന്നെ സാധ്യതകളാണ് ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ച്, ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇനിയും കുറെ സാധ്യതകളുണ്ട്. ഏതെങ്കിലും ഒന്നാകാം. ഇഖ്ബാൽ ജാലാവാലയുടെ കയ്യിലുള്ളതാണ് എന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങൾക്ക് മറുപടി, ഇത് വൈരുദ്ധ്യങ്ങളാകുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. അവിടെയുള്ള മുടി തന്നെയാണ്, ആ മുടി തന്നെയാണ് ഇതൊക്കെ. ആ മുടി ഏതാണെന്ന പ്രശ്നം, അത് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടാന്ന പ്രശ്നം, അത് എവിടെ നിന്ന് കൊണ്ടുവന്നാന്ന പ്രശ്നം, അതിന്റെ സനത് എവിടെയെന്നുള്ള പ്രശ്നം. എന്നാ കാന്തപുരം സനത് വായിച്ചില്ലേന്ന്? വായിച്ച സനദിനെ കുറിച്ച് നമുക്ക് പറയാം. വായിച്ച സനത് മാത്രമല്ല, ആ മുടിയുമായി ബന്ധപ്പെട്ട് സത്യമാണ് പറയുന്നെങ്കിൽ സത്യം ഒന്നല്ലേ ഉണ്ടാവൂ. അതിൽ വൈരുദ്ധ്യം വരില്ലല്ലോ. അതിൽ യാതൊരു പ്രശ്നങ്ങളും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. ഈ കാന്തപുരത്തിന്റെ മുടിയുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഒന്നാമത്തെ മുടിയുടെ സനതാണല്ലോ വായിച്ചു കേൾപ്പിച്ചു എന്ന് പറയുന്നത്. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, കാന്തപുരം ആ മുടിയെക്കുറിച്ച് എന്താ ആദ്യം പറഞ്ഞത്? കാന്തപുരം പറഞ്ഞത് ഒരു കഷ്ണം മുടി അവിടെ മർക്കസിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ മുടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ്, വാശിയേറിയ ഇലക്ഷൻ കഴിഞ്ഞ്, സലാമത്ത് നഗറിലെ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ആ വിഷയം ചോദ്യം ചെയ്യപ്പോൾ അതിന് മറുപടിയായി മലപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ കാന്തപുരം പറഞ്ഞു, ഒരു കഷ്ണം മുടി മർക്കസിലുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വിഷമം? അപ്പൊ ഒരു കഷ്ണം മുടിയാണ് മർക്കസിലുള്ളത് ഒരിക്കൽ അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ പറയുന്നത്, അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു. അടുക്കൽ വരെ അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം
ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറകാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചു. ഇതൊരു തവണ മാത്രമല്ല, അദ്ദേഹം വീണ്ടും ഇതേ കാര്യം അവിടെ നിന്ന് കൊണ്ടുവന്ന, ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയുടെ സനത് വായിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഒരു സനത് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വായിച്ചു. ആ സനദിന്റെ അവസ്ഥ നമ്മൾ പറയും. അത് വായിച്ചപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഇക്ബാൽ ജാലാവാല ആരിഫ് ബറക്കാത്തി മുഖേനെ ആ ഉറുദു ഒക്കെ വായിച്ചിട്ട് ഇയാൾ കൊടുത്ത ആ സർട്ടിഫിക്കറ്റ്, നമ്മളതിലുണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഒരു മുടിയുടെ ശാഖയാണ് കൊടുത്തയച്ചിരിക്കുന്നത് വീണ്ടും പറയുന്നത്. നോക്ക് നിങ്ങൾ, തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷെയർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, फारसीലാണ് മുയ എന്ന് പറയാം. हमारे यहाँ द्वाराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ द्वाराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ, വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कालिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസു തഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി കൊടുക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ആദ്യം അദ്ദേഹം പറഞ്ഞു, ഒരു കഷ്ണം മുടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. ഇത് അമൂല്യമുള്ള വിഷയം. ഇത് ലോകത്ത് വളരെ അത്യപൂർവമായി സൂക്ഷിക്കപ്പെടുന്ന, വളരെ ബന്ധവസോടുകൂടി, വളരെ പാവനമായി ലോകം കാത്തു സൂക്ഷിച്ചു പോരുന്ന വളരെ വിശിഷ്ടമായ വസ്തുവാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ തിരുകേശം. അത് ഒരു കഷ്ണം അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഒരു ശാഖ, മുടിയുടെ ഒരു ശാഖ എനിക്ക് കൊടുത്തയച്ചു ഒന്നാ പറഞ്ഞത്. ഇതേ മനുഷ്യൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറി പ്രസംഗിക്കൂടി, ഒരു 2-3 കഷ്ണം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നോക്ക്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട 2-3 കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല. എന്റെ സഹോദരന്മാരെ, വളരെ സത്യസന്ധമായും നിഷ്പക്ഷമായും നമ്മൾ കാര്യം വിലയിരുത്തുക. 10 റുപ്യ 20 റുപ്യ 30 റുപ്യ പോക്കറ്റിൽ നമ്മൾ വെച്ച ചിലപ്പോൾ സംശയം വരാം. ഇത് അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു നമ്മൾ വളരെയേറെ വിലമതിക്കുന്ന, അമൂല്യവും അനർഘവുമായി കാണുന്ന ഈ മുടി അദ്ദേഹത്തിന് കിട്ടിയത് ഒറിജിനൽ ആണെങ്കിൽ ഒരു കഷ്ണം, ഒരു ശാഖ, ഒരു മുടി കുറെ കാലം പ്രസംഗിച്ച് നടക്കുക. പിന്നെ പറയാം 2-3 കഷ്ണം, 2-3 ശാഖ, 2-3 മുടി. എങ്ങനെ വന്നു ഈ വൈരുദ്ധ്യം? സത്യമാണെങ്കിൽ വൈരുദ്ധ്യം വരില്ല. ഇത് യഥാർത്ഥമാണെങ്കിൽ ഈ വൈരുദ്ധ്യം വരില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ഒന്നാമത്തെ ചോദ്യം, കാന്തപുരം പറഞ്ഞ ആദ്യത്തെ ഒരു മുടിയാണോ അവിടെ ഉള്ളത്? അതല്ല കാന്തപുരം രണ്ടാമത് പറഞ്ഞ 3 മുടിയാണോ ഉള്ളത്? മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ചോദ്യം നമ്പർ 1. രണ്ടാമതായി, ഇതേ മുടിയെക്കുറിച്ച് തന്നെ വളരെ കൃത്യമായി നമ്മൾ പിന്നെയും ചോദിച്ചു, മുടി ഉണ്ടെങ്കിൽ സനത് പറയണമെന്ന് പറഞ്ഞു. സനദില്ലാതെ ബോധ്യപ്പെട്ടപ്പോൾ അത് പറയാൻ തുടങ്ങിയത്. അവസാനം ഗത്യന്തരല്ലാതെ സലാമത്ത് നഗറിലെ സമ്മേളനം കഴിഞ്ഞപ്പോൾ മറുപടിയായി കാന്തപുരം മലപ്പുറത്ത് വച്ച സുന്നി ജാഗരണ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു, ആ മുടി ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വഴി, അങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഖുതുബുദ്ദീൻ ഫിർദൗസി വഴി, അങ്ങനെ മാർഹാരയിലെ ബറക്കാത്തി സാദാത്യങ്ങളിലൂടെ വന്ന് ഇക്ബാൽ മുഹമ്മദ് ജാലാവാലയാണ് എനിക്ക് തന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായി കുറച്ച് കണ്ണുകൾ അദ്ദേഹം പറഞ്ഞു. ആ കണ്ണുകൾ നമ്മുടെ ശ്രദ്ധേയമായൊരു ഭാഗം ഖുതുബുദ്ദീൻ ഫിർദൗസിന. അത് പറഞ്ഞ് രക്ഷപ്പെട്ടു തൽക്കാലം. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല. പ്രശ്നം സനദ് വിവാദ രൂക്ഷമായി തുടരുകയാണ്. ആ തുടരുന്ന ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹം പ്രതികരിക്കാൻ നിർബന്ധിതരായി.
ഒന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നോക്ക്, അത് ഖുതുബുദ്ദീൻ ഫിർദൗസി 7 വഴിയാണ്. ആ സനത് എങ്ങനെ മുടിന്റെ സനത് ആദ്യം പറയും നോക്കിക്കോ. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഔഫുൽ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറകാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ്. വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്ഫുടമായി പറഞ്ഞു, എനിക്ക് വളരെ കൃത്യമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വഴി ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന വലിയ മുറബ്ബിയായ ഷെയ്ഖ് വഴി ബറകാത്തി സാദാത്യങ്ങളുടെ മുഹമ്മദ് ഇഖ്ബാൽ ജാലാവാല എനിക്ക് തന്നതാണ്. ഒരു സംക്ഷിപ്ത രൂപം സനത് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞു, മൂപ്പര് മറന്നുപോയിട്ടുണ്ടാവും. കോട്ടക്കൽ സമ്മേളനം ഉലമാക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടാന്ന് സർവ്വ മുതഅല്ലിമീങ്ങളെ വിളിച്ചുകൂട്ടി. പ്രശ്നം ഒതുക്കണ്ടേ? ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു സനത് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് സനത് പറഞ്ഞിട്ടില്ലെങ്കിൽ കാഫറായി പോയി മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ സനത് വായിക്കുകയാണെന്ന് ലാസ്റ്റ് ഒരു സനത് അവിടെ ഉണ്ടാക്കി അദ്ദേഹം വായിച്ചു. ആ സനത് ഉണ്ടാക്കിയ എല്ലാ രൂപവും കറക്റ്റ് നമ്മുടെ കൈവശമുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യോട് വിശദീകരിക്കാം. ഇവരുണ്ടാക്കിയ ഈ സനത് അവിടെ വായിച്ചു കേൾപ്പിച്ചു. പക്ഷെ നിങ്ങൾ ആ സനത് ഇങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ആ സനദിൽ ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന ആളുണ്ടോ? കാരണം മൂപ്പരും നേരത്തെ പറഞ്ഞ സനത് ഇപ്പൊ മറന്നു പോയിക്കണ്. ഇത് ഉണ്ടാക്കിയല്ലേ, ഉണ്ടാക്കുമ്പോഴാണല്ലോ വൈരുദ്ധ്യം വരാ. ആദ്യം 2 കൊല്ലം മുമ്പ് മലപ്പുറത്ത് വെച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു സംക്ഷിപ്തമായ സനത് പറഞ്ഞപ്പോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച അബ്ദുൽ ഖാദിർ ജീലാനി മുഖേന ആ കടന്നു വന്ന് ഖുതുബുദ്ദീൻ ഫിർദൗസി വഴി ബറകാത്തി സാദാത്യങ്ങൾ വഴി ആ സംക്ഷിപ്തമായ പരമ്പര ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ അതിൽ പ്രധാന കണ്ണിയാണ് ഖുതുബുദ്ദീൻ ഫിർദൗസി. ഇനി രണ്ടാമത് ഉണ്ടാക്കിയ സനത് ഏതാണോ? ഒരു നിലക്കും സനത് ഉണ്ടാക്കാൻ കഴിയാവുന്നപ്പോ ഉണ്ടാക്കിയ ആളുകൾ പറയുന്നുണ്ട് അത് അധികാരം ഞങ്ങൾ ഉസ്താദ് പറഞ്ഞപ്പോ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില ഉണ്ടാക്കി. അത് വായിച്ചു കേട്ടാൽ അബ്ദുൽ ഖാദിർ ജീലാനി വരെ അൽ ഖാദിരി ഖാദിരിയ ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിന്റെ സിൽസില എങ്ങനെ പറയാം എളുപ്പം, എവിടെ നോക്കിയാലും ഏത് ത്വരീഖത്തിനെ കൂടി ചോദിച്ചാൽ ആ സിൽസില കിട്ടും. അത് ചേർത്തിട്ട് തന്നെയാണ് മുടിന്റെ സനത് ഉസ്താദ് പറഞ്ഞു. അപ്പൊ തൽക്കാലം ഉസ്താദ് സമ്മതിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് ഉണ്ടാക്കിയ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ആ സിൽസില ഇങ്ങനെ വായിക്കുമ്പോൾ മുടിന്റെ പരമ്പര എന്ന് വായിക്കുമ്പോൾ അതിൽ ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന പേര് വരുന്നുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ചു. പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدروس عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد الشيخ أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كمين الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو العطاء السيد قادري، عفيف حسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني. അവിടുന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുട്ടുന്ന പരമ്പരയോട് പറയുന്നുണ്ട്, മുമ്പ് വായിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, താഴെ ഖുതുബുദ്ദീൻ ഫിർദൗസി വരികയാണെങ്കിൽ വരേണ്ടത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇതിൽ ഖുതുബുദ്ദീൻ ഫിർദൗസി വന്നോ? ഇല്ലല്ലോ. എങ്ങനെ ഈ വൈരുദ്ധ്യം വന്നു? സത്യമാണെങ്കിൽ ഒന്നല്ലേ പറയാൻ പറ്റുള്ളൂ. 2 കൊല്ലം കാന്തപുരം തന്നെയല്ലേ പറഞ്ഞത്? 2 ആൾക്കാരല്ലോ അവരുടെ പാർട്ടിയിൽപ്പെട്ടെ. കാന്തപുരം തന്നെ പറഞ്ഞു ഖുതുബുദ്ദീൻ ഫിർദൗസി വഴി അബ്ദുൽ ഖാദിർ ജീലാനി മുഖേന ഇങ്ങനെ വന്നിട്ട് ആ ബറകാത്തി സാദാത്യങ്ങളുടെ മുഹമ്മദ് ഇഖ്ബാൽ ജാലാവാല എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതേ കാന്തപുരം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എങ്ങനെ മറന്നുപോയതില്ല? കാരണം അബദ്ധമല്ലെങ്കിൽ കളവല്ലെങ്കിൽ വാസ്തവവിരുദ്ധമല്ലെങ്കിൽ എങ്ങനെ മാറിപ്പറയും? പരമ്പരയിൽ മാറ്റല്ലല്ലോ, കളവാണ്, വൈരുദ്ധ്യം വന്നു.
ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കട്ടെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഇതിൽ കാന്തപുരം ആദ്യം പറഞ്ഞ സനതാണോ ശരി, അതല്ല കാന്തപുരം ഇപ്പൊ പറഞ്ഞ സനതാണോ ശരി? ക്വസ്റ്റ്യൻ നമ്പർ 2, മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയില്ല. ഈ ചോദ്യവർക്ക് എന്ന് പറയുന്നറിയാം. അപ്പോ അതിവിദഗ്ധനായ വ്യാഖ്യാതാവായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മൂപ്പര് വരെ നമ്മളോട് നിങ്ങളെ കുളിപ്പിച്ച് കിടത്തി തരാം. സത്യത്തിൽ ഏപ്പിനെ കുളിപ്പിച്ച് കിടത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. ഇതിനും വ്യാഖ്യാനം മൂപ്പര്. ഇതിന് വ്യാഖ്യാനം ഖുതുബുദ്ദീൻ ഫിർദൗസി വഴി എന്ന് പറഞ്ഞാൽ വഴി എന്ന് പറഞ്ഞാൽ ത്വരീഖത്താ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയായിട്ടാണ്. അത് ഖുതുബുദ്ദീൻ ഫിർദൗസിന്റെ ത്വരീഖത്തിലായിരുന്നു ബറക്കാത്തി സാധനങ്ങൾ. ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ആരെങ്കിലും ലോകത്ത് ത്വരീഖത്തിന് വഴി എന്ന് പറയാറുണ്ടോ? മുഹദ്ദിസ് ശൈഖിന്റെ ത്വരീഖത്ത്, റിഫായി ശൈഖിന്റെ ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്ത്, ഈ ത്വരീഖത്ത് സുഹർവർദിയ ത്വരീഖത്ത് എന്നല്ലാതെ വഴി എന്ന് പറയാറില്ലല്ലോ. ഇയാൾ പുതിയ വ്യാഖ്യാനം ഉണ്ടാക്കി നോക്കിക്കോ, അയാളെ ഓഡിയോ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. കേൾപ്പിക്കുന്നില്ല. ഇനി പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം അത് വന്നത് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഴിക്കാൻ. ആ വഴിക്ക് വന്ന സനദി ഉസ്താദ് അവர்கள் ശരിക്ക് വായിച്ചു കേൾപ്പിച്ചു. അതിനെ നേരിടാൻ കഴിയാതെ ഇവർ കുടുങ്ങിയപ്പോ ഇവിടെ ഈ ചീത്ത പറയുന്ന, കളവ് മാത്രം പറയുന്ന ആ വ്യക്തി ഇവിടെ ചെയ്ത ഒരു നീചമായ നികൃഷ്ടമായ ഒരു ഏർപ്പാടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാൻ പോകും. അതെന്താ? ഉസ്താദ് അവറുകൾ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഒപ്പിക്കാൻ എ പി സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം എ പി തുറന്ന് ആദ്യം പറഞ്ഞല്ലേ ഖുതുബുദ്ദീൻ ഫിർദൗസിന്റെ വഴിക്ക് കറക്റ്റ് പരമ്പര പറഞ്ഞല്ലേ. ഇത് ആദ്യം പറഞ്ഞ പരമ്പരയാണോ ശരി, അതല്ല ഇപ്പൊ കോട്ടക്കൽ വായിച്ച പരമ്പരയാണോ സനതാണോ ശരി എന്നുള്ള. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഇനി എ പി വായിച്ച സനതുണ്ടല്ലോ, ഒന്നാമതിന്റെ സനത്, ആ സനത് കോട്ടക്കൽ വായിച്ച സനദിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ജാലാവാല, അതിന് മീതെ ഇന്ന ഷെയ്ഖ്. അദ്ദേഹം വ്യക്തമായി എണ്ണി പറയുന്നുണ്ട് മുഹമ്മദ് ജാലാവാല എനിക്ക് തന്നു. മുഹമ്മദ് ജാലാവാലന്റെ ശേഷം അദ്ദേഹത്തിന് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് കൊടുത്തത് അബ്ദുൽ ഖാദിർ അൽ ഖാദിരി കൊടുത്തു. അതിനുശേഷം മഹാനായ നിലാമുദ്ദീൻ അൽ ഖാദിരി അസൈദ് അബ്ദുള്ള അൽ ഖാദിരി കൊടുത്തു. അബ്ദുള്ള അൽ ഖാദിരി കൊണ്ട് അസൈദ് നിലാമുദ്ദീൻ അൽ ഖാദിരി കൊടുത്തു. ആ പരമ്പര അങ്ങനെ പറയുന്നത്. ഞാൻ കൃത്യമായി ഒന്ന് വായിക്കണം, ശ്രദ്ധിക്കണം. മുഹമ്മദ് ഇഖ്ബാൽ ജാലാവാല എ പി കൊടുത്തു. അയാൾക്ക് ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി കൊടുത്തു. അയാൾക്ക് സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി കൊടുത്തു. അയാൾക്ക് സയ്യിദ് നിലാമുദ്ദീൻ ഖാദിരി കൊടുത്തു. ഇതാണ് ആ പരമ്പര അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നത്. കോട്ടക്കൽ സമ്മേളനത്തിൽ ലാസ്റ്റ് പരമ്പര വായിച്ചത്. ആ പരമ്പരയിൽ സയ്യിദ് നിലാമുദ്ദീൻ അൽ ഖാദിറിന്റെ താഴെയുള്ള ആള് സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി എന്നാണ് എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. അതേസമയം ഇതേ സനദി മുടിന്റെ സനദാണെന്ന് പറഞ്ഞ് പകരക്കാരൻ നമ്മുടെ സ്വപ്ന വിദഗ്ധൻ വായിക്കുന്നുണ്ട്. അതേ പരമ്പര അദ്ദേഹം വായിക്കുന്നിടത്ത് നിലാമുദ്ദീൻ അൽ ഖാദിരി കഴിഞ്ഞാൽ അഹമ്മദുൽ ഖാദിരിയാണ് കാണുന്നത്, അബ്ദുല്ലാഹിൽ ഖാദിരി അല്ല. എങ്ങനെയാണ് വ്യത്യാസം വന്നുകളാ? നിങ്ങൾ നോക്കോ, ഒന്നാമത് വായിക്കുന്ന ആ സനദ കറക്റ്റ് അവിടെ വെട്ടിയെടുത്ത് മാത്രം 4-5 പേരെ നിങ്ങൾ ശ്രദ്ധിച്ചു. മൗലാന ഇഖ്ബാൽ വലി ജാലിയാവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസയ്യിദ് നിസാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി. സയ്യിദ് നിലാമുദ്ദീൻ ഖാദിരിന്റെ താഴെയുള്ള ആള് അബ്ദുല്ലാഹിൽ ഖാദിരിയാണ്. എന്നാൽ ഇതേ സനദിനെ ശിഷ്യൻ പകരക്കാരൻ വായിക്കുന്നത് നിസാമുദ്ദീൻ ഖാദിരിന്റെ താഴെയുള്ളത് അഹമ്മദുൽ ഖാദിരിയ. എ പി വായിക്കുമ്പോ അബ്ദുല്ലാഹിൽ ഖാദിരി, പകര ആസനി വായിക്കുമ്പോ അഹമ്മദുൽ ഖാദിരി. എങ്ങനെ വായിക്കുന്നത്? ഇയാൾ വായിക്കുന്ന സനദിൽ ഒരേ സനദാണല്ലോ രണ്ടാളും വായിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ സനദാണ് ഏറ്റവും പ്രകടമായ തെളിവല്ലേ? കാന്തപുരം വായിക്കുന്ന സനദിൽ നിലാമുദ്ദീൻ ഖാദിരി കഴിഞ്ഞാൽ സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി, പകരക്കാരൻ വായിക്കുന്ന സനദിൽ നിലാമുദ്ദീൻ ഖാദിരി കഴിഞ്ഞാൽ അഹമ്മദുൽ ഖാദിരി. സത്യമാണെങ്കിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു? കാന്തപുരം വിഭാഗം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ചോദ്യം നമ്പർ 3 മറുപടി പറയേണ്ടിയിരിക്കുന്നു. സത്യാണെങ്കിൽ സനദിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല, ആർക്കും മാറ്റി പറയേണ്ടല്ല. ഏത് കാലത്ത് വന്നാണ് ഈ സനദുമായി ബന്ധപ്പെട്ട ഈ മൂന്നാമത്തെ വൈരുദ്ധ്യത്തിന് എന്ത് മറുപടി പറയാൻ സാധിക്കും?
തീർന്നില്ല, ഈ സ്ഥാനത്ത് തന്നെ മുന്നോട്ട് പോട്ടെ. 4ാമത്തെ വൈരുദ്ധ്യം, കാന്തപുരത്തിന് ഏത് മുടിയാണ് നബി തങ്ങളെ മുടി കിട്ടിയെന്നാ കാന്തപുരം പറയണത്? വളരെ പ്രകടമാണ്. 1ാമത്തെ മുടിയും 2ാമത്തെ മുടിയും രണ്ടും കിട്ടിയത് മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹജ്ജത്തുൽ വദാഇൽ നബി തങ്ങളെ മുടി പഠിച്ചപ്പോൾ വിതരണം ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ മുടി പാരമ്പര്യമായി കിട്ടിയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ തലമുടിയാണെന്ന് വളരെ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ അവിടുത്തെ തലയിലെ മുടി കളയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 1,40,000 വരുന്ന സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊള്ളു അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അങ്ങനെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് സൂക്ഷിച്ച പിന്നെ ആ പരമ്പര വഴിക്ക് നമുക്ക് കിട്ടിയ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത മുടി ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലമുടി വടിച്ചു നീക്കിയപ്പോൾ ആ മുടിയാണ് തനിക്ക് പാരമ്പര്യമായി അദ്ദേഹത്തെ ഏൽപ്പിച്ച മുടിയാണ് കിട്ടിയതെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഇത് സുന്നി ജാഗരണ സമ്മേളനം ബോർഡ് നിങ്ങൾ കണ്ടു. മലപ്പുറത്ത് 2 കൊല്ലം മുമ്പ് നടന്ന സമ്മേളനമാണ്. അപ്പൊ 1ാം മുടിയെ കുറിച്ചാ. 2ാം മുടി കിട്ടിയത് ഈ ജനുവരി 9-നാ. ആ 2ാം മുടിയും അബൂ തൽഹത്തുൽ അൻസാരിന്റെ വഴിക്ക് തന്നെ കിട്ടിയതാണ് നബി തങ്ങളുടെ തലമുടിയാ. നിങ്ങളെ അറിയിക്കുന്നു, ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ശഅർ മുബാറക്ക് നമുക്ക് സാദാത്തുക്കളിൽ നിന്ന് ലഭിച്ചത്. കാരണം അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്ത മുടി ആ പാരമ്പര്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. 2ാമത്തെ മുടി 1ാമത്തെ മുടി തലേന്ന് കിട്ടിയ മുടിയാ. ശിഷ്യന്മാരെ ഒന്നുകൂടി നന്നാക്കാണ് എ പി ഉസ്താദിനെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി എ പി ഉസ്താദിനെ സ്റ്റേജിലെത്തിയിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് കിട്ടിയ മുടി ഏതാണെന്നറിയുമോ? ഒന്ന് വിശുദ്ധമായ ശിരസിലെ മുടി, മറ്റൊന്ന് തിരുതാടിയിലെ മുടി, മറ്റൊന്ന് കയ്യിലെ മുടി. കയ്യിന്ന് മുടി പറിച്ചു കൊടുക്കുക നബി തങ്ങൾ കാന്തപുരത്തില്. കയ്യിലെ മുടി നമ്മൾ കേട്ടിട്ടില്ല. ഇത് മൂന്ന് മുടിയാക്കിയിട്ട് അവതരിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ശഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. എ പി ഉസ്താദ് ഇരിക്കൊണ്ട് കൂടുതൽ പറയാൻ വിഷമമുണ്ട്. ഇതിലേ ഇല്ല, അപ്പുറം പറയരുത് എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ 4ാമത്തെ ചോദ്യം വളരെ പ്രകടമാണ്. കാന്തപുരം ഒറ്റക്ക് പറഞ്ഞു തനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടിയാണ് കിട്ടിയത് എന്ന്. കാന്തപുരം ഇരുത്തിക്കൊണ്ട് കാന്തപുരത്തിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊന്നും മോശക്കാരല്ല. ഇവരെ SSFന്റെ മുൻ സംസ്ഥാന ലീഡർമാരായ ഇവരൊക്കെ സാധാരണക്കാരല്ല. കാന്തപുരത്തിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് പറഞ്ഞു കാന്തപുരത്തിന്റെ കൈവശമുള്ള 3 മുടികൾ ഒന്ന് തലയിൽ നിന്നാണ്, ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് കയ്യിൽ നിന്നാണ്. കാന്തപുരം നിഷേധിച്ചിട്ടില്ല. അപ്പൊ കാന്തപുരം ആദ്യം പറഞ്ഞതാണോ ശരി, അതോ 2ാമത് പറഞ്ഞതാണോ ശരി? ചോദ്യം നമ്പർ 4, മറുപടി പറയാൻ കാന്തപുരം വിഭാഗം ബാധ്യസ്ഥരാണ്. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടാൽ പറയില്ല, സാധിക്കില്ല നിങ്ങൾക്ക്. അടുത്ത ചോദ്യം നമുക്ക് പറയാനുള്ളത് ഈ മുടിയുടെ സനതുമായി ബന്ധപ്പെട്ട് തന്നെ. ഈ മുടിക്ക് 1ാമത്തെ മുടിക്കാണല്ലോ കാന്തപുരം സനത് വായിച്ചത്. 1ാമത്തെ മുടി കാന്തപുരത്തിന് കൊടുത്ത ഇക്ബാൽ ജാലിയ വാലയാണ്. ഇക്ബാൽ ജാലിയ വാല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീനിൽ. ഇദ്ദേഹമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൈമാറി എന്ന് അവർ പറഞ്ഞത്. ഇത് എത്ര കാലം ചോദിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു മക്കളെ നിങ്ങൾ ആ മുടിന്റെ സനത് പറ, നിങ്ങൾക്ക് പറയാൻ ബാധ്യതയുണ്ട്.
നിങ്ങൾ ആ സനത് പറയാൻ ബാധ്യസ്ഥരാണ്. എങ്ങനെ പറഞ്ഞാലും ഇവർ സനത് പറയില്ല. ലാസ്റ്റ് നമ്മൾ കോഴിക്കോട് വെച്ച് SKSSF സമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആ മുടി തന്ന ആളെ പേരൊന്ന് പറയും. നിങ്ങൾ സനത് പറയാൻ മനസ്സിലില്ലെങ്കിൽ ആ പേരെന്ന് പറയാം. അപ്പൊ പറഞ്ഞു ഇക്ബാൽ മുഹമ്മദ് ജാലാവാലാണ്. മുപ്പത് ഫോൺ നമ്പറും പറഞ്ഞില്ല, അഡ്രസ്സും പറഞ്ഞില്ല, സ്ഥലവും പറഞ്ഞു. മുംബൈ ആണെന്ന് മാത്രം പറഞ്ഞു. മുംബൈ എന്ന് പറഞ്ഞാൽ ലോക. ബോംബെയിലെ ഇക്ബാൽ ജാലാവാല. മാസങ്ങളായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഫضل കൊണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നേരിൽ അവിടെ എത്തിപ്പെടാനും അദ്ദേഹത്തെ കാണാനും മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രമല്ല, ഇതിനൊക്കെ സാക്ഷികളാകാൻ വേണ്ടി കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും കുണ്ടൂർ മർക്കസ് സഖാഫത്തുൽ ഇസ്ലാമിയയുടെ അതിപ്രഗത്ഭനായ പ്രിൻസിപ്പളുമായ PK അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി അവർകൾ ഈ സംഭവത്തിന് സാക്ഷിയാണ്. അതുപോലെ മഹാരാഷ്ട്രയുടെ സമസ്ത കേരള ജംഇയ്യത്തുടെ ഓർഗനൈസറായി ദീർഘകാലം അവിടെ പ്രവർത്തിച്ച ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ PK മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ ഇതിന് സാക്ഷിയാണ്. ഇങ്ങനെ പ്രമുഖരായ ആളുകൾക്ക് നേരിട്ട് ചെന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തോട് ഒരു സനത് ചോദിച്ചു. നേർക്ക് നേരെ ചോദിക്കാമല്ലോ കാന്തപുരത്തിന് മുടി കൊടുത്ത കാര്യത്തെക്കുറിച്ച്. കാന്തപുരത്തിന്റെ മുടി കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുടിയുടെ സനത് സംബന്ധമായ വിഷയങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം വളരെ വ്യക്തമായും കൃത്യമായും സത്യസന്ധമായും പറഞ്ഞു, അങ്ങനെ സനത് ഞങ്ങൾ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ വ്യക്തമായ സനത് ഇവിടെ സൂക്ഷിപ്പില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു സത്യസന്ധമായി. ഇപ്പൊ പേരോട് ഇന്ന് ഉച്ചക്ക് പ്രസംഗിച്ചു, പിന്നെ അവർക്ക് സനത് കിട്ടാത്തത് അവർ യോഗ്യരല്ലാത്തത് കൊണ്ടാണ് നാം മൂപ്പര് പറഞ്ഞത് കൊടുക്കാത്തത്. ഇവിടെ ഞങ്ങൾ 3 ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. ഒന്നൊരു സക്കാഫിനെ പറഞ്ഞു വിട്ടു, കൂട്ടത്തിൽ വേറൊരാളെയും പറഞ്ഞു. അയാളെങ്ങൾ മനസ്സിലാക്കണം, പൊന്മണ്ട ശിഷ്യനായിട്ടോ മൂപ്പര് നമ്മളെ കൂടെ ഉണ്ട് സ്ഥാപിക്കാണ്. കാരണം ഇവര് ഓരോ ആളുകൾ ആരൊക്കെ ഉണ്ട്, സക്കാഫിമാര് മാത്രമല്ല പോയത്, അവരെ ശിഷ്യനുണ്ട്, ഇവരെ ശിഷ്യനുണ്ട്. അങ്ങനെ 3 ആള് ചെന്നപ്പോ സനത് ചോദിച്ചപ്പോ വളരെ വ്യക്തമായി പഴയ ഒരു നുസ്ഖയിൽ നിന്ന്, ഒരു കോപ്പിയിൽ നിന്ന് ആ പേരുകൾ അദ്ദേഹം സനതെടുത്തിട്ട് പുതിയ ഒരു കടലാസിക്ക് പകർത്തിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പേരോട് പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മളും വിശ്വസിച്ചു. പണ്ടേ ഏപ്പി നമുക്ക് ആദ്യം വിശ്വാസമല്ല. പക്ഷെ മുജാഹിദ് പറയാറുണ്ട്, പേരോട് കള്ളം പറയും, കള്ളം പറയും, കള്ളം പറയും. ഇപ്പൊ ഈ സനത് വിവാദവുമായി ബന്ധപ്പെട്ട് പേരോടിന്റെ കളവുകൾ പച്ചയായി നമ്മൾ മാത്രമല്ല മാധ്യമ ലോകവും പോലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇനി പേരോട് ആ പഴയ കടലാസിൽ നിന്ന് പുതിയ കടലാസിക്ക് പകർത്തി കൊടുത്തു പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളീയ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല മാധ്യമ ലോകത്തെ പോലും കിട്ടൂലാണ്. ഇന്നത്തെ പകർത്തി സനത് കൊണ്ട് പഴയതിട്ട് ഒത്തുനോക്കി ശരിയാണോ? എന്താ പ്രതികരിക്കാത്തത്? അവിടെ സനതില്ല. ഇനി സനദില്ല എന്നുള്ളതല്ല ഏറ്റവും വലിയ രസം. ഈ സനദിന്റെ കാന്തപുരം വായിച്ച സനദിന്റെ ഏറ്റവും വലിയ അബദ്ധം, ഇനി ഈ സനദുമായി ഇവർക്ക് പറഞ്ഞു നടക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് വെച്ചാൽ, കാന്തപുര സനദ് ഇങ്ങനെ വായിച്ചിട്ട് അബ്ദുൽ ഖാദർ ജിലാന്റെ പരമ്പരയെ പറഞ്ഞത് ത്വരീഖത്തിന്റെ പരമ്പര ഇങ്ങനെ പറഞ്ഞ അബ്ദുൽ ഖാദർ ജിലാനി വഴിക്ക് പോയിട്ട് ഖാദിരിയ ത്വരീഖത്തിന്റെ പരമ്പര അലി റളിയല്ലാഹു അൻഹു ചെന്ന് മുട്ടുന്നത്. ഇക്ബാൽ ജാലാവാല പറഞ്ഞത് എവിടെ നിന്ന്? നമ്മൾ പറഞ്ഞു പരമ്പര സനദില്ലെങ്കിലും നിങ്ങൾക്കിത് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റൂല ചോദിച്ചു. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, എനിക്ക് എന്റെ വല്ലിപ്പ ജലാലുദ്ദീൻ ഉസ്മാൻ അവറുകളാണ് നൽകിയത്. അവരാണ് എനിക്ക് നൽകിയത്. മൂപ്പര് ബാഗ്ദാദിലാണ്, ബാഗ്ദാദിൽ ഇപ്പൊ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആവട്ടെ. അപ്പൊ നമ്മൾ ചോദിച്ചു, മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും, ഏത് വഴിക്ക് വന്നത്, അവർ ഏകദേശം സൂചന തരാൻ പറ്റുമോ ചോദിച്ചു. മൂപ്പര് പറഞ്ഞു വളരെ വ്യക്തമായി, ഞങ്ങൾ പരമ്പര മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാ. ആ വഴിക്ക് കിട്ടിപ്പോന്നതായിരിക്കും, പൂർവികമായി പോന്നതായിരിക്കും. ആ പറഞ്ഞത് വളരെ കറക്റ്റാണ് നമ്മൾ വിചാരിക്കാം. സനദില്ലെങ്കിൽ പോലും ഈ പരമ്പര സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് മുട്ടുന്നതാണ് എന്ന്, ആ പരമ്പരയിൽ ജനിച്ചവരാണ് എന്നാണ് ഇക്ബാൽ ജാലാവാല അവകാശവാദം ഉന്നയിക്കുന്നത്. ആ പരമ്പരയുടെ വന്നതാണെന്നാ പറഞ്ഞത്. അബ്ദുൽ ഗഫൂർ അൽ ഖാസിമിയോടെ ഇരിക്കുന്നുണ്ട്, PK മുഹമ്മദ് കുട്ടി മുസ്ലിയാരോടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ ഒരുമിച്ച് കേട്ട കാര്യങ്ങളാണ്. വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പരമ്പര ഇങ്ങനെയാണ്. ഏത് വഴിക്ക്? അബൂബക്കർ സിദ്ദീഖ് വഴി, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വഴിക്ക്, അത്രയും അദ്ദേഹം പറഞ്ഞു. പിന്നെ അങ്ങനെ വന്നിട്ട് ഈ വല്ലിപ്പാന്റെ പേര് പറഞ്ഞു, ആ വഴിക്ക് ഇങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അതതിന്റെ പരമ്പര, അതാണ് ഇതിന്റെ സനത്. സമ്പൂർണ്ണ പരമ്പര അവർക്ക് ലഭ്യമല്ല. അതേസമയം
കാന്തപുരം പറയുന്നു ഈ മുടിയുടെ സനത് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്, ഈ മുടിയുടെ സനത് വളരെ കൃത്യമായി അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മൾ പറഞ്ഞ അൽ ഖാദിരി തന്നെ ആ ഖാദിരിയ ത്വരീഖത്ത് സിൽസില ഉണ്ടാക്കി അബ്ദുൽ ഖാദിർ ജീലാനി വഴി അബ്ദുൽ ഖാദിർ ജന റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയാണ്. ആ കുടുംബ പരമ്പര ചെന്നെത്തുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചെന്നുമുട്ടുന്ന കാന്തപുരം വായിച്ച പരമ്പരയിൽ രണ്ടും വൈരുദ്ധ്യം. മുടി നൽകിയ ഇക്ബാൽ ജാലാവാല പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിപ്പോന്ന മുടിയാണ്. കാന്തപുരം പറയുന്നു, ഞങ്ങളുടെ വായിച്ച സ്ഥലത്തിൽ പറയുന്നു ഈ മുടി കിട്ടിപ്പോന്ന പരമ്പര അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ്. ഇക്ബാൽ ജാലാവാല പറഞ്ഞതാണോ ശരി, കാന്തപുരം പറഞ്ഞതാണോ ശരി? ഇക്ബാൽ ജാലാവാല നൽകിയ മുടിയുടെ സ്ഥലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5, 5ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയണം. നിങ്ങളെ സനദിന് എന്ത് വിലയുള്ളത്? നിങ്ങൾ ഗൗരവതരമായ വിഷയം ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ സനദിന് എന്ത് വിലയാണുള്ളത്? സാക്ഷാൽ നിങ്ങൾക്ക് മുടി കൈമാറിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഇക്ബാൽ ജാലാവാല പറയുന്നു ഈ മുടിക്ക് കൃത്യമായി സനദില്ല, കിട്ടിയ വഴി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയാണ് കിട്ടിയത്. നിങ്ങൾ പറയുന്നു കൃത്യമായ പരമ്പരയുണ്ട്, സനദുണ്ട്, ആ സനദ് അലി റളിയല്ലാഹു അൻഹു വഴിയാണ് കിട്ടിയത്. ഏതാണ് ശരി? നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ മറുപടി പറയണം, നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാ. നിങ്ങൾ ഇക്ബാൽ ജാലാവാലിനെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സാധനം, ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന സംവിധാനം ഉണ്ട്, റെഡി അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാക്ഷാൽ ഇക്ബാൽ ജാലാവാലയുമായി ബന്ധപ്പെട്ട മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അഭിമുഖങ്ങൾ വളരെ കൃത്യമായി, വ്യക്തമായി, സുന്ദരമായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ പ്രതികരിക്കാൻ കൂടുതൽ ക്ലിപ്പിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത്യാവശ്യം മാത്രമാണ് കൊണ്ടുവരുന്നത്. കാരണം സാക്ഷാൽ കാന്തപുരം വിഭാഗം മൗനത്തിലാണ്, പ്രതികരിക്കണമല്ലോ. ഇത്ര വലിയൊരു സംഭവം കാന്തപുരത്തിന് മുടി നൽകിയ ആള് പിന്നെ ഇയാളാണെന്ന് മാത്രമല്ല, സാക്ഷാൽ ഹസ്രജിക്കും മുടി നൽകിയത് ഇന്നാളാ ഇക്ബാൽ ജാലാവാലയാണെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഷെയ്ഖ് ഹസ്രജ് അവിടെ കൊടുത്ത ലെറ്ററിന്റെ ഡേറ്റ് വരെ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ച് അവിടുത്തെ മുടി 10,000-കണക്കിന് മുടികളുടെ സൂക്ഷിപ്പുണ്ടെന്ന് മാത്രമല്ല, അത് ശരിയല്ല തെളിയിക്കാനുള്ള എല്ലാ വസ്തുതകളും സഹിതം കോഴിക്കോട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം ചാനലുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അതിനെക്കുറിച്ച് എന്നൊരക്ഷരം മുണ്ടിയിട്ടില്ല. മിണ്ടിയാ കുടുങ്ങും. കാരണം എതിര് പറഞ്ഞാൽ അടുത്ത ക്ലിപ്പിംഗ് എടുത്താലോ അതാ പ്രശ്നം. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ പറയണം, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ പറയണ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ പറയണം. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. എന്താ നിങ്ങൾ പറയാൻ കഴിയാത്തത്? പറഞ്ഞാൽ 1 by 1 ആയി ഒന്നിലൊന്ന് പറഞ്ഞാലും കൃത്യമായ മറുപടികൾ ഇൻഷാ അല്ലാഹ് ക്ലിപ്പിംഗ് സഹിതം, വീഡിയോ ക്ലിപ്പിംഗ് സഹിതം അതത് സമയത്ത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കും. ആ രീതിയിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൾ പറയാതിരിക്കാൻ നിർവാഹമല്ല. ഇക്ബാൽ ജാലാവാല പറയുന്നു എനിക്ക് അബൂബക്കർ സിദ്ദീഖ് വഴി കിട്ടിയ മുടിയാണ്. കാന്തപുരം പറയുന്നു അലി റളിയല്ലാഹു അൻഹു വഴിയാണ്, ഇതിന്റെ പരമ്പര സമ്പൂർണ്ണമാണ്. ഇതിലേതാണ് ശരി? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇനിയും ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് പറയാൻ 5ാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ് എന്ന് സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ സഹോദരന്മാരെ. എന്നാൽ ഈ ഇക്ബാൽ ജാലാവാലിന്റെ അടുത്ത് ഇല്ലാത്ത സനദ് എങ്ങനെ കാന്തപുരത്തിന് ഉണ്ടാക്കേണ്ടി വന്നത്? അതിന്റെ കഥ ഉണ്ട്, ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ഒരു അത്ഭുതം നോക്കണം. ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവരെ കൂടെ നമ്മൾ വരും ചെയ്യാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു അജായിബുകളാ. ഇത് മർക്കസിൽ ഒരു മുടി ഒരു കുട്ടിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വാർത്ത പരന്നു. അപ്പൊ കാന്തപുരം അറിഞ്ഞു റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട്. അപ്പൊ ആ കുട്ടിനെ വിളിപ്പിച്ചു. എനിക്ക് എവിടെ നിന്നാ കിട്ടിയോ ചോദിച്ചു. എനിക്കിങ്ങനെ മുംബൈയിൽ നിന്ന് കിട്ടിയാണെന്ന് പറഞ്ഞു. ഇനി കിട്ടുമോ ചോദിച്ചു. ആ കിട്ടാൻ സാധ്യത അറിയാം, നമുക്ക് ചെന്നപ്പോഴാ എമ്പാടും കിട്ടും, ഒരു സംശയമല്ല. ആ കുട്ടി ഒന്ന് കിട്ടും തന്നു. എന്നാ പോയി കൊണ്ടുവരാൻ എനിക്കൊരു മുടിയായിരുന്നു. ആ കുട്ടി 3 മുടിയേറ്റും വന്ന് പോയിട്ട്. ആ 3 മുടിയേറ്റും വന്നപ്പോൾ അത് ഇങ്ങനെ കൊടുത്തു. അവിടെ തന്നെ മുദരിസായി സേവനം അനുഷ്ഠിക്കുന്ന അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരനായ ഒരു സക്കാഫിയുടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അയാള് കയ്യിൽ AP മുടി കൊടുത്തു. എടാ ഈ മെഴുകിലത് അവിടെ സൂക്ഷിച്ചു വെച്ചോ പറഞ്ഞു. മൂപ്പർ മേശന്റെ വലിപ്പിൽ വെച്ചു. മൂപ്പർക്ക് ഏപ്പിനെ വലിയ വിശ്വാസം തോന്നിയിട്ടില്ല. മേശന്റെ വലിപ്പിലാണ് വെച്ചു. കുറെ കാലം മേശന്റെ വലിപ്പിൽ കടന്നു. അങ്ങനെയാണ് UAE ഒരു പ്രഗത്ഭനായ അറബി വരുന്നത്. അറബി വന്നപ്പോ ഇവിടെ പല സാധനങ്ങളുടെ അറബികൾ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോ ഇവിടെ ഷാർ മുബാറക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അറബിക്ക് കൗതുകമല്ലോ. കാരണം ലോകത്ത് അദ്ദേഹം അറിയപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഇത് കേട്ടിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിലുള്ള വിവരം മൂപ്പരെടുത്തില്ല. എന്നാ എനിക്ക് കാണണം തന്നു. കണ്ടു നോക്കുമ്പോ 3 ഉണ്ട്. എന്നാ 1 എനിക്ക് തരും, എത്ര വില തന്നാലും വണ്ടിയിലായിരുന്നു. കൊടുത്തു. മൂപ്പര് കാശല്ല ആവശ്യം. എത്ര കാശ് കിട്ടിയാലും പിരിച്ചാലും മതിയാകാത്തൊരു വിഭാഗം വരും. അങ്ങനെ ഒരു മുടി കൊടുത്തു. ഈ മുടിയേറ്റ പാവനമായി കരുതി അവിടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ
അറബിന്റെ ഭാഗത്ത് നിന്ന് കാന്തപുരം അവിടെ ചെന്നപ്പോ അല്ല എനിക്ക് ആ മുടിന്റെ സനതൊന്ന് കിട്ടിയിട്ടിരുന്നല്ലോ. അറബിക്ക് പിന്നെയാണ് ഈ കാര്യം ആരോ പറഞ്ഞത്. ഇതിന്റെ ലോകത്ത് ഇങ്ങനെ പല സ്ഥലത്തും തട്ടിപ്പടക്കുന്നുണ്ട്, അതിന്റെ സനത് വാങ്ങിക്കൊള്ളി അറിഞ്ഞിട്ടുണ്ടാവും ആലിമികൾ. ആ ഞാൻ സംഘടിപ്പിച്ചതായിരുന്നു. കാന്തപുരത്തിൻ്റെ സംഘടിപ്പിക്കാൻ വേണ്ടി കാന്തപുരം മർക്കസിക്ക് ഫോൺ ചെയ്തു. നമ്മൾ ആ മുടിക്കൊരു സനത് ഉണ്ടാക്കണം, ഇത് സൂക്ഷിക്കണം. സക്കാഫിക്ക ഫോൺ ചെയ്തു, അവിടുത്തെ ഉസ്താദാ. ഒരു മുടിക്ക് നബി മുതൽ ഇത് മുതൽ ഇക്ബാൽ ജാലാവാലം കുറച്ച് പേര് പറഞ്ഞെടുത്തു. ഈ പേരുകൾ തലക്ക വരണം, എന്നിട്ട് നബി തങ്ങൾ മുട്ടുന്ന ഒരു പരമ്പര സിൽസില ഉണ്ടാക്കി ഏണ്ടുകട അയച്ചു തരണം തന്നു. ഇയാൾ പറഞ്ഞു ഞാൻ കുറെ ഇരുന്നു, ചരിത്രമൊക്കെ ഒപ്പിച്ചു നോക്കി. എങ്ങനെ 3-4 ദിവസം ഇരുന്നിട്ടും ഈ പരമ്പര ഇങ്ങനെ പോകുമ്പോൾ അയാൾ പറഞ്ഞ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നബിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തൂല പരമ്പര. എന്നാ നബി ഇങ്ങോട്ട് ഇന്ത്യക്ക് വന്നു കാണൂല താരീഖില്. പിന്നെ എങ്ങനെ മുട്ടിക്ക? ഒരു രക്ഷയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കൂല എന്ന് കണ്ടപ്പോ ഇപ്പൊ ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സക്കാഫിന്റെ ഇയാളെ കൂട്ടുകാരൻ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നത്. ഇയാൾ പറഞ്ഞ ഈ സക്കാഫി നമ്മൾ പറഞ്ഞു തരാം, അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിദഗ്ധനാണ്. അറബികൾ കത്ത് തന്നെ മറ്റൊക്കെ സാധാരണ അദ്ദേഹത്തെ ഏൽപ്പിക്കാറുള്ളത്. എടാ അയാളെ ഞാൻ ഏൽപ്പിച്ചിട്ട് കുറെ ദിവസം ശരിയാകുന്നില്ല, അറബിക്ക് അത് കൊടുക്കണം, നീ ഒരു സനത് ഉണ്ടാക്കി ഇനി ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടിച്ചേർത്തിട്ട് റസൂലുള്ളാഹിക്ക് മുട്ടൊരു പരമ്പര ഉണ്ടാക്കിയിട്ട് അയച്ചു ഓർന്നു. മൂപ്പര് 10 മിനിറ്റ് കൊണ്ട് കാർ റെഡിയാക്കി, പരമ്പര റെഡിയാക്കി, റെഡിമെയ്ഡ്. കാരണം ഖാദിരിയ്യ ത്വരീഖത്തിന്റെ സിൽസില എടുത്താൽ നേരെ നബിക്ക് മുട്ടുള്ള പരമ്പര അത് ചേർത്തി കൊടുത്തു. മൂപ്പര് ഫിറ്റ് ചെയ്തു. അങ്ങനെ പരമ്പര ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു. അറബിക്ക് അയച്ചു കൊടുത്തത് മാത്രമല്ല, അറബിക്ക് പക്ഷെ അയച്ചു കൊടുത്തപ്പോ കിട്ടിയ വിവരം ആ അൽ ഖാദിരി എന്നൊക്കെ വെട്ടിമാറ്റി, ഖാദിരി ഒഴിവാക്കി. ഈ അബ്ദുൽ ഖാദിരി, അഹമ്മദുൽ ഖാദിരി, നിസാമുദ്ദീൻ ഖാദിരി, അറബിക്ക് സംശയം തോന്നാറിക്കാണ്ട് അൽ ഖാദിരി ഒക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്തു, പേര് മാത്രമാക്കിയിട്ട് ആണ് അറബിക്ക് അയച്ചു കൊടുത്തത്. അതും ഇവിടുന്ന് കിട്ടിയവരാ. ഇങ്ങനെ ഇവരെന്ത് ചെയ്തു, പിറ്റേ ദിവസം ഈ ഒന്നാമത്തെ സക്കാഫി ലൈബ്രറിക്ക് ഞാൻ ചെന്നപ്പോ അവിടെ ഉണ്ട് ഫ്രെയിം ചെയ്ത് ഭംഗിയായി സനത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണ്. അപ്പൊ ലൈബ്രറിനോട് ചോദിച്ചു, എടാ അല്ല സനത് എവിടുന്ന് കിട്ടി? എടാ അതൊക്കെ ഉസ്താദ് വിചാരിച്ച അതിന് വല്ല പണിയുണ്ടോ, ഉസ്താദിന് പറ്റിയ ആൾക്കാരെ ഏൽപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മൂപ്പരും ചിരിക്കുക. അങ്ങനെയാണ് ഒന്നാമത്തെ സനത് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയ സനത് അതുകൊണ്ട് കാന്തപുരത്തിന് ഈ സനതേറ ഇത്രയും കൊല്ലായിട്ട് മടിത് എടുത്ത പ്രശ്നവും കാന്തപുരത്തിന് അറിയാം. ഇതാണ് ആ സനത് ഉണ്ടാക്കിയ കഥ. വിനയപൂർവ്വം സ്നേഹപൂർവ്വം പറയട്ടെ, ഒന്നാമത്തെ മുടിക്ക് നിങ്ങൾ സനത് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, കൃത്യമായി കാരന്തൂരിൽപ്പുള്ള ഒരു കുട്ടിയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്. കാരന്തൂർ മർക്കസിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടിയിട്ട് കാന്തപുരം വലിയ ആദരവ് നൽകി അവിടെ മുദരിസായി സേവനം അനുഷ്ഠിച്ചിരുന്ന സക്കാഫി നൽകുന്ന ഔദ്യോഗിക വിവരം ആധികാരികമായി ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും പറയുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇന്നും ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന ആ സുഹൃത്തും കൂടിച്ചേർന്ന് ലാസ്റ്റ് അദ്ദേഹം സമ്പൂർണ്ണമാക്കി ഉണ്ടാക്കിയ സനതാണ് അവിടെ നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾ പറയണം. ആ സനത് അവരുണ്ടാക്കിയല്ല, അപ്പ അവരിറക്കല്. സുബ്ഹാന ജല്ല ജലാലുഹു ഇഖ്ബാൽ ജാലാവാലിനെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് രണ്ടാം മുടിന്റെയും സ്രോതസ് തന്നെയാണ്. അവിടെ റൂം നിറച്ചു മുടിയാ. അവിടെ ധാരാളം, ഞാൻ തമാശ പറയുന്നത് ആലങ്കാരിക പ്രകാരം കേട്ടോ, വലിയൊരു ഗ്ലാസിന്റെ നീണ്ട പെട്ടിയില് വളരെ നീളത്തിൽ ഇങ്ങനെ ചുരുട്ടി വളരെ കൃത്യമായി വലിയ മുടിക്കെട്ട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് മൊഹീദ്ദീൻ ഷേഖിന്റെ താടിയുണ്ട്, അതിന്റെ അപ്പുറത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പുതിയ വടിയുണ്ട്, മാന്റെ കൊമ്പിന്റെ പിടിയുള്ള. ഇപ്പുറത്ത് നബി തങ്ങളുടെ ഫ്രഷ് പുതപ്പുണ്ട്, നല്ല രോമത്തിന്റെ പുതപ്പ്. അതിന്റെ അപ്പുറത്ത് മൊഹീദ്ദീൻ ഷേഖിന്റെ കളർ ഫോട്ടോ ഉണ്ട്, മൊഹീദ്ദീൻ ഷേഖിന്റെ കളർ ഫോട്ടോ. ഈ തരത്തിൽ 40-ലധികം തിരുശേഷിപ്പുകൾ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന വസ്തുക്കൾ റൂം നിറയെ സാധന. എന്നിട്ടോ നമ്മളൊരു മുടി ചോദിച്ചു പറഞ്ഞു അപേക്ഷ തരണം തന്നു. അപേക്ഷ കൊടുക്കാന്ന് വെച്ചു. അപേക്ഷ തന്നാൽ നമ്മൾ വലിയ കാര്യം, ഒരു മുടി കിട്ടിയാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാലോ. രാത്രി 12:30 മണിക്ക് വരും തന്നു. ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാർ ചെന്നപ്പോൾ നമുക്ക് ആ മുടിയൊക്കെ സജ്ജീകരിച്ച് തരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്യുന്ന വലിയ പാത്രത്തിലൊക്കെ ആക്കി കെട്ടിപ്പൊതിഞ്ഞ് വളരെ രാജകീയമായിട്ടാണ് തരുന്നത്. അങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു പഠിച്ചോനെ എന്നാ വലിയ ആ ഗ്ലാസിന്റെ പേടകം തുറന്ന് അതിനൊരു മുടി എടുത്തിരുന്ന വിചാരിച്ചത്. അപ്പൊ കൊടുക്കാൻ മുടി വേറൊരു പാത്രത്തിൽ നിറച്ചു മുടിയാ. വേറൊരു പാത്രം ടിസ്റ്റർ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന്, അപ്പൊ ഒരു മുടി എടുത്ത് ഇപ്പൊ തരുമായിരിക്കും കരുതി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്നാണ് 1 2 3 4 4 മുടി നിൽക്കട്ടെ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് തന്നെ മനസാന്തരം തോന്നി, നമ്മൾ നാട്ടിൽ നിന്ന് അവിടെ എത്തിയല്ലേ, ഒരു 7 മുടി കിടക്കട്ടെ പറഞ്ഞു അടുത്ത എണ്ണല്. അങ്ങനെ 7 മുടി അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആധികാരികമായി പത്രക്കാരുടെ മുമ്പിലേക്ക് കാണിച്ചു. അതിപ്പോ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ഭംഗിയായി സുരക്ഷിതമായിട്ടുണ്ട്. 7 മുടി. അപ്പൊ സാധനം ഇഷ്ടം പോലെ അവിടെ അവൈലബിൾ ആ. ആർക്ക് ചെന്നാലും പുത്തമ്പള്ളിക്ക് മുസാഫിന് അപേക്ഷ കൊടുക്കുന്നുണ്ട് ചില മഹല്ലുകാർ.
ലെറ്റർ പേഡ് മാത്രമാണ് 10 മുസാഫ് 25 മുസാഫ് സാധനം റെഡിയാക്കാൻ. കാരണം വേറെ പാത്രത്തിന്റെ കഷ്ണം ഇങ്ങനെ ഇഷ്ടം പോലെ എടുത്തു തരാൻ. ഈ തരത്തിലാണ് അവിടെ ഉള്ള മുടിയുടെ ലഭ്യത. ഈ രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യാസാറിനെ കുറിച്ച് തിരുശേഷിപ്പുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തെ പല രാജ്യത്തും കൂടെ മുടികൾ കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പൊ ലോകത്തെ പല രാജ്യത്തും നമ്മൾ വിചാരിച്ചു അത്രമാത്രം കൊണ്ടുപോയിട്ടുണ്ടാവോ? അപ്പൊ ലെബനാനിൽ നിന്നുള്ള അപേക്ഷ കാണുന്നുണ്ട്. ഒക്കെ നമ്മൾ പരിശോധിച്ചു ഫയല്. മുമ്പർക്ക് വിരോധമൊക്കെ കാണിച്ചു തന്നു, വളരെ സന്തോഷത്തില്. അക്കൂട്ടത്തിലാണ് രണ്ടാമത്തെ അറബി. ലോകത്ത് വേറെ എവിടെയും ആരെ കൊണ്ടുപോയത് ഫയൽ പറഞ്ഞു. ആ കുട്ടി തെരഞ്ഞെടുത്ത് പോലെ മോനുണ്ട്, തെരഞ്ഞെടുത്ത് പറഞ്ഞു ഇതാ അബുദാബിന്ന് ഖസറജി പറഞ്ഞ ആൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെല്ല പിടുത്തം. അബുദാബിന്ന് ഖസറജി പറഞ്ഞ ആൾ മുടി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ കത്ത് എവിടെ വെച്ചു? കുട്ടി കത്തെടുത്തല്ലോ. കത്ത് തെരഞ്ഞ് ഫയൽ എടുത്ത് നോക്കുമ്പോ അഹമ്മദ് ഖസറജി സുന്ദരമായി അദ്ദേഹത്തിന്റെ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് അറബിയിൽ പേജ് കണക്കിന് എഴുതിയിട്ട് അദ്ദേഹം ലോകത്തുള്ള പ്രവാചകരുടെ തിരുശേഷിപ്പുകൾ സംഘടിപ്പിക്കുന്ന യജ്ഞത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഖസാനത്തുൽ ഖസറജിയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ധാരാളം സാധനങ്ങളുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താഴെ പറയുന്ന 7 സാധനങ്ങൾ എനിക്ക് തന്ന് എന്നെ നിങ്ങൾ ആദരിക്കണം, എന്നെ സ്നേഹിക്കും, എനിക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെടുന്നു. 7 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. ഒന്ന് വിശ്വാസം മുടി, മറ്റൊന്ന് ഇമാമത്ത് ഹുസ്വാസം, പിന്നെ തൊപ്പി, തലപ്പാവ്, ഇങ്ങനെ വരിക്ക് 7 സാധനം പ്രത്യേകിച്ച് അതും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ കൊടുത്തു വെച്ചു, കൊടുത്തു. അപ്പൊ നമ്മൾ കത്തിന്റെ ഡേറ്റ് നോക്കി. കത്തിന്റെ ഡേറ്റ് നോക്കുമ്പോഴാണ് 20/5/2007 ഖസറജിന്റെ കത്ത്. 20/5/2007. എടാ കാന്തപുരം എന്നേ അവിടെ മുടി കൊണ്ടെന്ന് ഫസ്റ്റ് മുടി 2005. നമുക്ക് കാര്യം മനസ്സിലായി. കാരണം കാന്തപുരമാണ്. കാന്തപുരത്തിന്റെ എല്ലാ സൂത്രവും പഠിച്ച 10-25 കൊല്ലയിൽ നമ്മൾ ഈ മേഖലയിൽ. അപ്പൊ കാന്തപുരം അറിയാം. ഒന്നാമത്തെ മുടി പ്രശ്നമായപ്പോ ഇത് ഒറിജിനൽ അറബി മുടിയായി കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് കാന്തപുരം ആ മുടി ഇടനിലക്കാരനായി അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാൻ സംവിധാനം ചെയ്യുകയും അവിടെ നിന്ന് ബ്ലാക്ക് മണി വൈറ്റ് ആക്കൂലേ, വൈറ്റ് ആക്കിയിട്ട് സുന്ദരമായി റസൂലുള്ളാഹിന്റെ മുടിയായി ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതാ രണ്ടാം മുടിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലായി. കാരണം 2005 ആദ്യം കിട്ടിയപ്പോൾ 2007 മറ്റേ ആപ്ലിക്കേഷൻ വരുന്നത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കാര്യം കൈകാര്യം ചെയ്യുന്നതിന് ഇടയ്ക്കാണ് പറയണത്. പിന്നെ നിങ്ങളുടെ നാട്ടില് പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ മുടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സനത് നിങ്ങൾ മാത്രമല്ല പലരും എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങളെ അബൂബക്കർ മുസ്ലിയാർ ഇതിന്റെ സനത് ചോദിച്ചിട്ട് എനിക്കൊരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹം 5 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞയച്ചിരുന്നു. ഞാൻ കൊടുത്തിട്ടില്ല. 5 ലക്ഷം അല്ല 20 ലക്ഷം തന്നാലും ഞാൻ സനത് കൊടുക്കൂല. കാരണം അങ്ങനത്തെ സനത് ഞങ്ങൾക്ക് സനതല്ല പ്രധാനം പറഞ്ഞു. സനതല്ല, ഈ സനതല്ല, ഇത് വിശ്വസിക്കാതല്ല പ്രധാനം അദ്ദേഹം പറഞ്ഞു. ആ സംഭവം പറഞ്ഞപ്പോ വളരെ വ്യക്തം. ആ കത്തൊന്ന് നോക്കട്ടെ അറിഞ്ഞു. അവ കത്ത് 1-ാം നമ്പർ കാന്തപുരത്തിന്റെ ഒപ്പ്. അത് ഈ അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ ലെറ്റർ പേഡിലെ കത്ത്, മർക്കസിന്റെ ലെറ്റർ പേഡിലാണ് മൂപ്പര് കാത്തിക്കണ്. അത് വേറെ ലെറ്റർ പേഡിൽ കത്ത് എഴുതി. കത്തിൽ കാശിന്റെ സംഖ്യ എഴുതിയിട്ടില്ല. അത് പറഞ്ഞു വിട്ടേക്ക, വലിയ വിദഗ്ധനാണല്ലോ മൂപ്പര്. ആ കത്തും കണ്ടു. ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മളെല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് അദ്ദേഹത്തിന്റെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഈ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയി ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വേണം. എന്തായാലും AP വിഭാഗമാണ്. സത്യം അങ്ങനെ തന്നെ. സെനഗലില് അഖില ലോക ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജീവനോടെ കേരളത്തിൽ പോയ ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് നദ്വി അവരുകള് പോയെന്ന് പച്ചക്കള്ളന്ന് വാർത്ത കൊടുക്കുന്ന മനുഷ്യന്മാരവര്. യാതൊരു ലജ്ജി കളവറയില്ലാത്ത ആൾക്കാരാ. അപ്പൊ നമ്മൾ ഇഖ്ബാൽ ജലാവാലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ കള്ളം പറയുന്ന ഉറപ്പാ. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, ഇന്നത്തെ കാലത്ത് സംവിധാനം വളരെ സജ്ജാണല്ലോ, ഒക്കെ റെക്കോർഡ് ചെയ്ത് പോന്നു. പക്ഷെ എല്ലാ റെക്കോർഡും പുറത്തിറക്കുന്നില്ല, എന്നാൽ തീരെ ഇറക്കാതിരിക്കുന്നില്ല. ഖസറജിക്ക് അതിങ്ങനെ ഞാനാ കൊടുത്തു പറഞ്ഞപ്പോ ഖസറജിക്ക് നിങ്ങൾ തന്നെയാണോ കൊടുത്തത് നമ്മൾ ചോദിച്ചു. നമ്മുടെ പ്രതിനിധി വളരെ വ്യക്തമായി ചോദിച്ചു, ഖസറജിക്ക് നിങ്ങൾ തന്നെ അപ്പൊ മുടി കൊടുത്തു ചോദിച്ചു. അപ്പോ കൃത്യമായിട്ട് ഖസറജിക്കു ആപ്നെ ദിയ, അദ്ദേഹം പറഞ്ഞു നിങ്ങളാ കൊടുത്ത്, മൈനെ ദിയ, ഞാൻ തന്നെ കൊടുത്ത്, ഫോട്ടോ കെ സാത്ത് കൊടുത്തു. അതിലെ കൊടുത്തില്ല, ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാ ഫോട്ടോ നോക്കട്ടെ, വിശദമായി സംസാരിക്കുന്നേ. ആ ക്ലിപ്പിംഗ് മാത്രം വേണമെങ്കിൽ മാത്രം फोटो भी है क्या दिया हुआ? फोटो लेकिन आप दया तो भी महसूस नहीं करना है हमको, जो दूसरे को सकते हैं हम थोड़ा देख सकते हैं तो बहुत अच्छा वो लेक्चर आप ऐसा नहीं സഹോദരന്മാരെ, വളരെ പ്രകടമായിട്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോ എടുത്തിട്ട് ഖസറജിക്ക് ഇത് കൈമാറുന്നതിന് ബന്ധപ്പെട്ട ധാരാളം ഫോട്ടോകളുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ കാര്യങ്ങൾ ഇപ്പൊ ഫുള്ള് കൈമാറണ്ടെന്ന് വിചാരിച്ചിട്ട് കാന്തപുരത്തിനും അറിയാം പ്രതികരിച്ചാൽ കുടുങ്ങും. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. നമ്മുടെ കൈവശം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളുണ്ട്. കാന്തപുരം എങ്ങനെ സ്ഥാപിച്ചാലും ഇക്ബാൽ ജാലവാലയും സ്വീകരിച്ച മുടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആ വിധമുള്ള രേഖകളും തെളിവുകളും ലഭ്യമാണ്. ആവശ്യാനുസരണം പ്രതികരിക്കട്ടെ കാന്തപുരം, അവർ പ്രതികരിക്കട്ടെ. കുട്ടികൾ ചപ്പടാച്ച് പറഞ്ഞാൽ പോരാ, വലിയ ആൾക്കാരോട് പറയട്ടെ. അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, നമ്മൾ കേൾക്കണല്ലോ. ഇത് നിഷേധിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ പറയട്ടെ, ഇനി ഹസ്രജിക്ക് കൊടുത്ത മുടിയെ കുറിച്ച് അവർ എന്താ ഹസ്രജിക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടാകാം, അതിനെന്താ കുഴപ്പം? ഇഖ്ബാൽ ജാലവാലിന്റെ മുടിയുണ്ട് ഇവർ സമ്മതിച്ചില്ലേ, നമുക്ക് സമ്മതിക്കാൻ കുഴപ്പമില്ലല്ലോ. ഇത് എവിടെ കണ്ടുപിടിക്കാനും നമുക്കും പണി. കാരണം ഇതിന് സനതുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാലോ, ആധികാരികതയെ വിശ്വസിക്കാലോ, പാരമ്പര്യമായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാലോ. അങ്ങനെ ലോകത്ത് തെളിവില്ലാത്ത ധാരാളം മുടികളുടെ കേന്ദ്രങ്ങളുണ്ട്. ബോംബെയിൽ തന്നെ 100 ചില്ലാം വീടുകളിൽ മുടിയുണ്ട്. ആഹാ, നിങ്ങൾ ചെന്ന് നോക്കി, സനതോ തെളിവോ ചോദിച്ചല്ല. അവിടെ ധാരാളം പള്ളികൾ മുടിയുണ്ട്, പ്രാധാന്യമല്ല. പക്ഷെ എന്തേ ഹസ്രത്ത് ബാൽ മസ്ജിദിലെ മുടിക്ക് പ്രാധാന്യം? എന്തേ വെല്ലൂർ ലത്തീഫിയയിലെ മുടിക്ക് പ്രാധാന്യം? എന്തേ ഡൽഹി ജുമാ മസ്ജിദിലെ മുടിക്ക് പ്രാധാന്യം? എന്തേ തുർക്കിയിലെ മുടിക്ക് പ്രാധാന്യം? അത് കൃത്യമായി പരമ്പരയായി സനദോടുകൂടി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ട രേഖകളുണ്ട്, ആർക്കും നിഷേധിക്കാനാകാത്ത. അതുകൊണ്ട് ലോകത അംഗീകരിക്കുന്നു. ഇത് വ്യാജന്മാർ ഇടയ്ക്ക് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രം 10,000 മുടികളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ 1000 നേരത്തെ ഞങ്ങൾ പറഞ്ഞത് ഹസ്രജയുടെ വീട്ടിൽ, ഇഖ്ബാൽ ജാലവാലയുടെ വീട്ടിൽ 10,000 മുടികളുണ്ട്. സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കാൻ. പേരോടിന് അബുദാബിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട, അങ്ങോട്ടേക്ക് വിസ വേണ്ട, മുംബൈ ഇന്ത്യയിലാണ്. പേരോട് വരാൻ തയ്യാറുണ്ടെങ്കിൽ മധ്യസ്ഥന്മാർ മുഖേന നേരത്തെ പറഞ്ഞ ഓഫർ നിലവിലുണ്ട്. മുംബൈയിലേക്ക് വരികയാണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ, അദ്ദേഹത്തിലെ എല്ലാ യാത്രാ സൗകര്യവും ഫ്രീ, ബോംബെയിൽ റൂം സൗകര്യം ഫ്രീ. അദ്ദേഹം വരട്ടെ, നമുക്ക് ഇഖ്ബാൽ ജാലവാലയുടെ കയ്യിലുള്ള മുടി എണ്ണി നോക്കാം. 10,000 അധികം ഉണ്ടെങ്കിൽ കാശ് അദ്ദേഹം തന്നാൽ മതി. 10,000 കുറവാണെങ്കിൽ കാശ് നമ്മളോട് കൊടുക്കും. വരട്ടെ. വരൂലല്ലോ, മൂപ്പരപ്പ കാണാനല്ലോ. മൂപ്പർ അബുദാബിക്ക് പോയതാ പണ്ട്. അബുദാബിയിൽ 1000 മുടികൾ അബുദാബിയിലുണ്ട് എന്ന് ആര് പറഞ്ഞു? കൂരിയാട് നദവി. ഏത് പത്രത്തിലാ വന്നു ചോദിച്ചു. നമ്മൾ പറഞ്ഞു കൃത്യമാണ്, ആധികാരികമായ മുടിയുണ്ട്, ഏത് സമയം പോകാം, പരിശോധിക്കാം, നമ്മൾ റെഡി. മധ്യസ്ഥന്മാർ മുഖേന ആയിരിക്കണം മാത്രം. പേരോട് പറഞ്ഞു ഞാൻ റെഡി, എനിക്ക് മധ്യസ്ഥനായി പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളെ പറ്റും, PK കുഞ്ഞാലൂർ സാഹിബിനെ പറ്റും, ഞാൻ 25 അവിടെ ഉണ്ടാകും, ഹമീദ് ഫൈസി വേണമെങ്കിൽ വന്നോട്ടേ ആയിരുന്നു. എന്നിട്ടോ മധ്യസ്ഥന്മാരെ അറിയിച്ചോ? ഞാൻ PK കുഞ്ഞാലൂർ സാഹിബിട്ടും ബന്ധപ്പെട്ടല്ല, നിങ്ങളെ പേരോട് വിളിച്ചു ചോദിച്ചു. എന്ത് പേരോട് ചോദിച്ചു? അല്ല, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന ഒരാളുണ്ട് നിങ്ങളെ പറ്റി പറയണത്. ഞാൻ മുടി വിവാദത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ലായിരുന്നു. പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളോട് ബന്ധപ്പെട്ടു. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞു. ആ മധ്യസ്ഥന്മാരെ പോലും അറിയിക്കാതെ, അഥവാ മധ്യസ്ഥന്മാർ വന്നാലോ വിചാരിച്ചിട്ട് കുഞ്ഞാലൂർ സാഹിബ് സത്യപ്രതിജ്ഞന്റെ തിരക്കിലവിടെ. അപ്പോഴാണ് മൂപ്പരോട് പോയിട്ട് മധ്യസ്ഥന്മാർ ഇവര് മതിയാറിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ആൾക്കാരെ ഏർപ്പാട് ചെയ്തുകളെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കാതെ പോയെങ്കിലും, പക്ഷേ മൂപ്പർ തയ്യാറാകട്ടെ. മൂപ്പർ പോയിട്ട് 1000 കൂടി കണ്ടിട്ടുണ്ടാവും. പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല, മൂപ്പരൊരു അഡ്രസ്സും ഇല്ല, എവിടെയാണ്, അജ്ഞാതവാസാണ്. അപ്പൊ 1000 മുടികളുണ്ട്, സ്ഥിരപ്പെട്ടിരിക്കും. ഇനി ഇവിടെ 10,000 മുടികൾ മുംബൈയിലുണ്ട്, സ്ഥിരപ്പെടണമെങ്കിൽ പേരോടിന് ഏത് നിമിഷവും വരാം. യാത്രയ്ക്ക് ടിക്കറ്റ് വിസന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ പോകാം. മധ്യസ്ഥന്മാർ മുഖേനയാണെങ്കിൽ ഏത് നിമിഷവും റെഡി. 10,000 മുടികൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ പാരമ്പര്യമായി കടന്നു വന്നിട്ടില്ല എന്ന് ഇസ്ലാമിക ചരിത്രം ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തിരുത്താൻ നിങ്ങൾ സന്നദ്ധരാണോന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മുടിയുടെ കാര്യം പോക്ക്. രണ്ടാമത്തെ മുടി ഹസ്രജിക്ക് കൊടുത്തതും ഈ കാരണം ബോംബെയിൽ നിന്ന്, അപ്പൊ അതും പോക്ക്. ഇനി ഹസ്രജിക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയതല്ലാത്തൊരു മുടി, ശരിക്കുള്ള മുടി കിട്ടിയിരിക്കണമെങ്കിലോ ഒരു സാധ്യത നമ്മൾ തള്ളിക്കണില്ല. സാധ്യത ശരിയാണെങ്കിൽ ശരി, ഹസ്രജ് ഞങ്ങൾക്ക് തന്ന മുടി ബോംബെയിൽ നിന്ന് തന്ന മുടിയല്ല, ബോംബെത്തെ മുടി മൂപ്പര് വേറെ സ്ഥലത്ത് വെച്ചേക്കാണ്, ഞങ്ങൾക്ക് തന്ന മുടി ഇന്ന പരമ്പരയിൽ കൂടെ വന്ന മുടിയാണ് എന്ന് തെളിയിക്കാൻ കാന്തപുരം വിഭാഗം ബാധ്യസ്ഥമാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോന്നാ? നിങ്ങൾ ആ മുടിയുടെ ആധികാരികത ഏത് നിലയിൽ സ്ഥിരീകരിക്കാൻ പറ്റും? ഈ 7ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. പിന്നെ ഇവര് സ്വപ്നത്തിന്റെ കഥകൾ ഇങ്ങനെ തുടരുകയാണ്. മൂപ്പര മഹാത്മ വിശദീകരിച്ചുകൊണ്ടുള്ള സ്വപ്നത്തിന്റെ കഥകളെ തുടരുന്ന ആളെന്നാ നിഷേധിക്കുന്നുണ്ടോ? നിരാകരിക്കുന്നില്ല, ആളെ സ്ഥിരീകരിക്കുക. ഇപ്പൊ ഏറ്റവും വലിയ പുതിയ സ്വപ്നമല്ല, ഒറിജിനൽ വാർത്ത ഉണ്ട്. ഒറിജിനൽ വാർത്ത സ്വപ്ന കഥ ആൾക്കാർ കണ്ടുമടുത്തിട്ടുണ്ട്, കേട്ടുമടുത്തിട്ടുണ്ട്. ഇയാളെ പുതിയ ഫ്രഷ് വാർത്ത കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു,
മർക്കസിലേക്ക് മലക്കുൽ മുഖറബ് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടിന് മീക്കായിലും രണ്ടാളും കൂടി വന്നിട്ട് അസ്രായിൽ പറഞ്ഞു, വേറെ വെറുതെ അല്ലല്ലോ മൂപ്പര്, സഹോദരന്മാരെ ഇത് വെറുതെ പറയാം, ഞാൻ അങ്ങനെ തമാശ, എന്റെ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. ഞാൻ കളവ് പറയില്ല. കൃത്യമായി ആധികാരികമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കേട്ട ഉത്തരവാദപ്പെട്ട ആള് നേരിട്ട് നമ്മുടെ വിശ്വസ്തനായ ഒരു ബാക്കവിക്ക് കൈമാറിയാണ്. ആ ബാക്കവി നേരിട്ട് കൈമാറിയ വിഷയമാണ്. വളരെ ആധികാരിക, അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് കേട്ട വാർത്ത. വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്കാർ വന്ന് കേട്ടതല്ല, ഉത്തരവാദപ്പെട്ട ആളുകൾ കേട്ട വാർത്ത. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ അസ്രായിൽ പറഞ്ഞു റൂഹ് പിടിക്കാൻ വന്നതാണ്. എ പി നേരിട്ട് പറയാണ് വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു ആ പള്ളിപ്പണി കഴിഞ്ഞോട്ടെ പറഞ്ഞു. അങ്ങനെ അസ്രായിൽ തിരിച്ചു പോയതാണ്. എന്റെ സഹോദരന്മാരെ, ഇവര് സ്വപ്ന കഥകളൊക്കെ മതി, അതിന്റെ അപ്പറ മൂപ്പര്. അസ്രായിൽ അലൈഹിസ്സലാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പോലും തങ്ങൾ തിരിച്ചയച്ചിട്ടില്ല. അസ്രായിൽ തിരിച്ചു പോയ ചരിത്രമല്ല. ആ സമയത്ത് തീരുമാനം ഇത് അസ്രായിലിന്റെ പേരും. ഈ പറഞ്ഞ ആള് പറഞ്ഞു ഇങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞ എന്താ നമ്മൾ ചെയ്യാ? മൂപ്പരും നിസ്സഹായന, സ്വന്തം ആളാ പറയണത്. വിഷയം അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിനയപൂർവ്വം പറയട്ടെ, ഇങ്ങനത്തെ കള്ളക്കഥകൾ പറയാന്ന് മാത്രമല്ല, സ്വപ്ന കഥകൾ പറയാന്ന് മാത്രമല്ല, അതിലൊരൊറ്റ ഭാഗം മാത്രം ശ്രദ്ധേയമായ കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. 8ാമത്തെ ചോദ്യമാണ്. ഈ സ്വപ്നം കാണുന്ന മുസ്ലിയാർ പറഞ്ഞല്ലോ, എ പി ഉസ്താദ് അറിയാതെ അള്ളാഹു തആല ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞതാ. ആ പറഞ്ഞത് നിങ്ങൾ ശരിവെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാകുമോ? കാന്തപുരം വിഭാഗം മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. 8ാമത്തെ ചോദ്യം. നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നിങ്ങൾ അത് ഇതെന്ന് പറഞ്ഞാൽ പോരാ, ഇതിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. വിനയപൂർവ്വം പറയട്ടെ എന്റെ സഹോദരന്മാരെ, സത്യം പറഞ്ഞാൽ വേറൊരു പ്രധാന വിഷയം പറയാനുള്ളത്, ഇത് സത്യം പറഞ്ഞാൽ വെറും, ഞങ്ങളൊക്കെ നാട്ടിൽ വിടൽ എന്ന് പറയും, കളവ് എന്നൊക്കെ ഒരു പരിധി ഉണ്ട്. വിടൽ മൊയ്തി എന്ന് പറഞ്ഞ ഒരാളുണ്ടാണ് ഞങ്ങളവിടെ. ഒരു പരിപാടി അവതരിപ്പിക്കും, ആൾക്കാർക്ക് ഭയങ്കര രസമാണ് കേൾക്കാൻ. ഇത് വിടലാ. ഞാൻ തമാശ പറയല, ഇവരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറഞ്ഞ ഓരോ വിടൽ കേട്ടാൽ നമ്മളെന്നെ അത്ഭുതപ്പെട്ടു പോകും. ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടോ, എന്താ പ്രശ്നം വെച്ചാല്, ഞാനൊരു രാത്രി 1 മണിക്ക് ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഒരു 10-50 ആൾക്കാരുണ്ട് വഹാബികൾ മൂപ്പരെ കൊല്ലാൻ നിൽക്കുന്നു. ഞാനുണ്ടല്ലോ, എനിക്കറിയാം വഹാബികളെ കുറിച്ച് ശരിക്ക്. അപ്പൊ ഞാൻ നേരത്തെ ഒരു അരിഷ്ടത്തിന്റെ കുപ്പി ഇങ്ങനെ 2 പൊളിയാക്കിയിട്ട് അരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അരിഷ്ടത്തിന്റെ കുപ്പി 2 പൊളിയാക്കിയിട്ട് അരിയിൽ വെക്കേ, അര കീറൂല. പറയുമ്പോൾ വേണ്ട ഒരു യോജിപ്പ്. എന്നിട്ട് ഇങ്ങനെ ഇവരെ കണ്ടപ്പോ ഞാൻ ചെയ്തു, ഞാൻ ആ കുപ്പികൾ എറിഞ്ഞു. കലകലോ പറഞ്ഞു, മുമ്പ് ഒരു ആസിറ്റ് ബൾബാന്ന് വിചാരിച്ചു. ഒക്കെ ഓടി രക്ഷപ്പെട്ടു. എനിക്കറിയാനുള്ള വഴി. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ കൊടി കെട്ടുന്നു രാത്രി. ഞാൻ അവിടെ അങ്ങനെ കൊടി പറിക്കുന്ന ആൾക്കാരുടെ അപ്പുറത്ത് കയറുന്നു. ഓരൊക്കെ പാടത്ത് അടിച്ചട ഓടിച്ചു വിട്ടു. 1-ാം നമ്പർ വിടൽ കളവൊന്നുമല്ല. നോക്കോ കേട്ടോ, ഇതാണ് ഇവരെ പരിപാടി. സ്ഥലം ഇപ്പൊ പറയില്ല എന്ന് പറയുന്നുണ്ട് ഉപര്. സ്ഥലം പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഈ കാണിക്കുന്ന ആരാണ്? നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോൾ വെറുതെ കാര്യം നടക്കൂലല്ലോ. വെറുതെ കാര്യം നടക്കൂല. ഞാനപ്പോ ഒരു അരീക്ഷത്തിന്റെ കുത്തി നടുവഴിയിട്ട് അരി കുത്തി. ഈ അരീക്ഷ കുത്തി ഇവരിന്റെ പിന്നാലെ 10 കൊണ്ട് ഒന്നിച്ചിട്ട് കൂടിയപ്പോ ഞാൻ തിരിക്കാൻ നിന്നിട്ട് ഈ അരീക്ഷ കുത്തിയോട് ഒറ്റ ഏറാണ് കൊടുത്ത് റോട്ടിന് കിടന്ന് നടക്കുമ്പോ ഇവരൊക്കെ പാല് തടിയൊപ്പുണ്ടായി. അങ്ങനെ പാല് തടിയൊപ്പിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം പറയില്ലട്ടോ. കാരണം മറ്റേ ആ സ്വപ്നം കണ്ട ഈക്കക്കാരൻ നേതാവ് വെച്ച പേര് പറയില്ലട്ടോ. എന്ന മാതിരി ഇതാണ് പരിപാടി, സ്ഥിരം പരിപാടി. പടച്ചറപ്പേ, ഈ ദീനുൽ ഇസ്ലാമിന്റെ ആൾക്കാരായിട്ട് ഇവരെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക, അത് വലിയ ഗൗരവമുള്ള കേസാണല്ലോ. ഇങ്ങനെ കള്ളം പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാല്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ വിഷയകമായി യഥാർത്ഥത്തിൽ ഇക്ബാൽ ജാലാവാലയാണ് മുടി ഇവർക്ക് കൊടുത്തത് എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഈ ഇക്ബാൽ ജാലാവാലയെ കുറിച്ച് കാന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത്, ഇക്ബാൽ ജാലാവാല തന്റെ ശിഷ്യനും മുരീദുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊടുത്തു എന്ന ആവേശത്തിമർപ്പിനിടയിൽ പറയുന്നത്. തന്റെ ശിഷ്യനും മുരീദുമായ. അപ്പൊ ഇക്ബാൽ ജാലാവാലന്റെ ശിഷ്യനും മുരീദുമാണ് ആര്? എ പി. അപ്പൊ ഇവിടെ മുരീദാണെങ്കിൽ അപ്പുറത്ത് ഇക്ബാൽ ജാലാവാല മൂപ്പർ ആരാകണം? ഷെയ്ഖാകണം. ഇക്ബാൽ ജാലവാലിന്റെ ശിഷ്യനാണെങ്കിൽ ഏപ്പിന്റെ ആരായിരിക്കണം? ഇക്ബാൽ ജാലവാല ഉസ്താദായിരിക്കണം. അവിടുത്തെ ശിഷ്യനായ
അവിടുത്തെ അവിടുത്തെ ശിഷ്യനും മുരീദുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്തു എന്നാണ് ആധികാരികമായിട്ടാ പറഞ്ഞത്. അവ ശിഷ്യനും മുരീദുവാ. അപ്പൊ ഇക്ബാൽ ചാലാവാല ഏപ്പിന്റെ ഷെയ്ഖും ഉസ്താദുവാ. നമുക്ക് പറയാനുള്ളത്, ഒന്നാമതായി കക്കാടിന്റെ ത്വരീക്കത്തിനെ കാന്തപുരം വിഭാഗം എതിർത്തപ്പോ കക്കാടിന്റെ ഷെയ്ഖിനുള്ള കുഴപ്പം എന്താ എ പി പറഞ്ഞത്? താടി വെക്കൂല. എന്നാ ഏപ്പിന്റെ ഷെയ്ഖിനെ പോയിക്കോളി. സഹോദരന്മാർ മനസ്സിലാക്കിയല്ലോ ഷെയ്ഖിന്റെ അവസ്ഥ. ഇനി എ പി പറയട്ടെ, മൂപ്പരത്ത് ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട്, ശിഷ്യനാണല്ലോ. എ പി പറയട്ടെ, ഇവർ ഈ പ്രസംഗിക്കുന്നത് ശരിയാണോ എന്ന്. മൂപ്പർ ഷെയ്ഖാണോ? ഷെയ്ഖാണെങ്കിൽ ഇതിന് മറുപടി പറയണം. കക്കാടിന്റെ ഷെയ്ഖിനും താടി വേണ്ട, നിന്റെ ഷെയ്ഖിന് കക്കാടിന്റെ ഷെയ്ഖിന് താടി ഉണ്ടായാലേ പറ്റുള്ളൂ, എ പി ഉസ്താദിന്റെ ഷെയ്ഖിന് താടില്ലെങ്കിലും പറ്റും. പറയട്ടെ ഫത്വ. നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 9, മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാ. ഒപ്പം പറയാണ്ട് സത്യത്തിൽ എ പി പറയണം ഞാൻ അയാൾ ഷെയ്ഖായിട്ട് അംഗീകരിക്കുന്നുണ്ട്. എന്നാ ബാക്കി കുറച്ച് ഷെയ്ഖിനെ കുറിച്ച് നമുക്ക് കുറച്ച് പറയാനുണ്ട്. എ പി പറയട്ടെ, പറയണത് കാത്തിരിക്കണം നമ്മള്. ഇത് കുട്ടികൾ ചെലവില പറഞ്ഞാ പോരാ. എന്തേ പേരോടിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മൂപ്പർ അബുദാബി പോയി വന്നിട്ട് കാലത്രയായി. എന്താ ഇപ്പൊ മറുപടി പറയാത്തത്? എന്തേ എ പി പ്രതികരിക്കാത്തത്? എന്താ നേതാക്കന്മാർ പ്രതികരിക്കാത്തത്? നിങ്ങൾ മറുപടി പറയണം. ഞാൻ എന്റെ ഷെയ്ഖ് തന്നെയാണ് ഇഖ്ബാൽ ജാലാവാല. ബാക്കി ഇൻഷാല്ലാ എ പി പറഞ്ഞാൽ ബാക്കി ഇൻഷാല്ല നമ്മൾ പറയും. അടുത്ത ചോദ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, കാന്തപുരത്തിന് മുഷാവറുണ്ട്, കാന്തപുരത്തിന് SYS ഉണ്ട്, കാന്തപുരത്തിന് SSF ഉണ്ട്, കാന്തപുരത്തിന് ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, കാന്തപുരത്തിന് അഖിലേന്ത്യാ സുന്നി സംഘടനയുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ഈ മുടി ആധികാരികമാണെന്ന് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ ചോദ്യത്തിന് മറുപടി ബാധ്യസ്ഥരാ. നിങ്ങൾ കാളമ്പാടി ഉസ്താദിന് സുഖമില്ലാത്തോണ്ട് വരാത്തത് ഉസ്താദിനെതിരാണ്. അത് തീർന്നില്ലേ? ഉസ്താദ് കൃത്യമായി തന്റെ പ്രസ്താവന കൊടുത്തയച്ചല്ലോ. എന്തേ നിങ്ങളെ ഘടകങ്ങൾ പ്രതികരിക്കാത്തത്? നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാ. അടുത്ത വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾ പറയുന്നു വെല്ലൂരിലെ മുടി സനതുള്ള മുടിയാണെന്ന് പറഞ്ഞ് റഹ്മത്തുള്ളാഹി ഖാസിമോടെ കൊണ്ടുവന്നു. അതിന്റെ സനത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിഷയം ഡൈവർട്ടായി പോകണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അതിന്റെ സനത് സംബന്ധിച്ച് ഇടപെടാത്തത്. വിവാദ മുടിയെക്കുറിച്ച് സനത് പറയുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കട്ടെ. സമസ്ത പിളരാത്ത കാലഘട്ടത്തിൽ, സമസ്തയിൽ കുഴപ്പമില്ലാത്ത കാലഘട്ടത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി നവ്വറല്ലാഹു മർഖദഹു പ്രസിഡന്റും അഭിവന്ദനായ ഷെയ്ഖുന ശംസുലമ ഇ കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനഗർ ജനറൽ സെക്രട്ടറിയുമായ കാലഘട്ടത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമായി മൗലാന കൂറ്റനാട് KV ഉസ്താദാണെന്ന് തോന്നുന്നു ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന സുന്നി ടൈംസ് വാരിക 12/8/64 അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുഖപത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വിമർശന വീതി എന്ന പങ്ക്തിയിൽ പാവനാവശിഷ്ടം, തിരുശേഷിപ്പിന് അന്ന് കൊടുത്ത വാക്കങ്ങനെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധകേശം. ലേഖനം എഴുതുന്നത് PK മഹമൂദ് മൗലവിയാണ്. എവിടുന്നാണ് എഴുതുന്നത്? വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജ് BSA കോളേജ് വെല്ലൂർ. അദ്ദേഹം അതിനെപ്പറ്റി മാത്രം എഴുതിയിട്ട് ഈ വരികൾ മാത്രം ശ്രദ്ധിച്ചോ. ആ മുടിക്ക് വെല്ലൂല മുടിക്ക് സനതുണ്ടോ ഇല്ലേ നോക്കിക്കോ. തർക്കമില്ലാത്ത കാലഘട്ടത്തിൽ എഴുതി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇപ്പോൾ സൂക്ഷിക്കുന്ന ആൾ വരെ പ്രസ്തുത കേശം വന്നു ചേർന്ന സനതും ബ്രാക്കറ്റിൽ പരമ്പര ഇവരുടെ കൈവശം സൂക്ഷിച്ചു വരുന്നുണ്ട്. വളരെ വ്യക്തമായി 12/8/64 സുന്നി ടൈംസ് വാരിക പേജ് നമ്പർ 10. ഇവിടെ 2 കാര്യം കിട്ടി. ഒന്നതിന്റെ കൃത്യമായ സനത് അവിടെ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്ന് വ്യക്ത. നമുക്കും അറിയാം. നമ്മൾ ഇവിടെ എടുത്ത് കൊണ്ടുവന്ന് ഇവർ കൊടുത്താൽ പറയുമ്പോൾ കാശ്മീരത്ത് കേൾക്കും. അതിനൊന്നും ഏപ്പിന്റെ മുടി പരിഹാരാവൂല. അതാ നമ്മൾ അങ്ങോട്ട് പോകാത്തത്. രണ്ടാമത്തെ പ്രശ്നം, സനത് വാദം എവിടുന്നാ പടി കടന്നു വന്നത്? ഇത് പണ്ടേ വന്നതാ. നമ്മൾ പറഞ്ഞല്ലോ, പണ്ടേ തർക്കമില്ലാത്ത കാലത്ത് ഉസ്താദ്മാർ പറഞ്ഞു ആ മുടിക്ക് സനതുണ്ട്, ബ്രാക്കറ്റിൽ പരമ്പര ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഇവര് മാത്രല്ല, കാന്തപുരത്തിന്റെ മാസികയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം വൈകിയത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അടുത്ത ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വാങ്ങിയാണ് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് നിഴലുണ്ടാവില്ല എന്ന കാര്യം അറിയപ്പെട്ടതാണ്. കാന്തപുരത്തിന്റെ മുടി പരിശോധിച്ചാൽ നിഴലുണ്ടാവും ഉറപ്പുമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ചോദിക്കട്ടെ, കാന്തപുരത്തിന്റെ ആളുകൾ ആദ്യം എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് നിഴലുണ്ടാവില്ല. ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ കാരന്തൂർ മർക്കസിൽ നിന്ന് ഈ മുടിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് തിരുകേശ മഹത്വം വർത്തമാനം. ഈ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി കാന്തപുരം അവതാരിക എഴുതിയ ഈ പുസ്തകത്തിൽ ആധികാരികമായി എഴുതി വച്ച വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. തിരുശരീരത്തിൽ ഈച്ച, ഉറുമ്പ്, പേൻ തുടങ്ങിയ ജീവികൾ കയറുകയില്ല.
അപ്രകാരം തന്നെ തിരുകേശം അഗ്നിക്കിരയാക്കുകയോ അതിൽ നിഴൽ തെളിയുകയോ അതിൽ ഈച്ച ഉറുമ്പ് മുതലായ പ്രവേശിക്കുകയോ ചെയ്യുന്നതല്ല. സീറത്തുൽ ഹലബിയ വാള്യം 3 പേജ് 381 കാന്തപുരം അവതാരിക എഴുതിയ തിരുകേശ മഹത്വം വർത്തമാനം എന്ന പുസ്തകത്തിൽ പറയുന്നു. അതങ്ങനെ എഴുതി കുടുങ്ങി. ഇപ്പൊ നിഴലുണ്ടാവില്ല, പരിശോധിച്ചാലോ പ്രശ്നമാകും. ഇതാ OM മുഫ്തി എന്ന പുതിയ വാക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അഷ്റഫ് ഫൈസി. OM മുഫ്തിയുടെ പുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഷായറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 25 പറയുന്നത് കേട്ടോ, നേരെ തിരിച്ച് തിരുകേശൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെങ്കിൽ അതിന് നിഴലുണ്ടാകില്ല എന്നൊരു യുക്തിവാദം. യുക്തിവാദ ആര് പറഞ്ഞു തിരുകേശൻ നിഴലുണ്ടാകില്ലെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലുണ്ടായില്ല എന്നതിന് രേഖയുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത് പറ്റൂല എന്നാണ് സ്ഥാപിക്കുന്നത്. തങ്ങൾക്ക് നിഴലില്ല എങ്കിൽ തങ്ങളെ മുടിക്ക് നിഴലുണ്ടാവില്ല എന്ന് ആര് പറഞ്ഞു? അത് യുക്തിവാദമാണ് എന്ന് ON തരുവണ മറുപടി കൃത്യമായി നമുക്ക് എഴുതുന്നു. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, അവതാരിക എഴുതിയ പുസ്തകത്തിൽ പറയുന്നു പ്രവാചക കേശത്തിന് നിഴലുണ്ടാകില്ല എന്ന്. കാന്തപുരത്തിന്റെ തന്നെ പ്രധാന ശിഷ്യൻ, അവരുടെ പ്രധാന നേതാവായി ഇത് എഴുതാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയ OM തരുവണ പറയുന്നു മുടിക്ക് ഉണ്ടാകുമെന്ന്. ഇതിലേതാണ് ശരി? അടുത്ത ചോദ്യം. ഇങ്ങനെ ചോദിച്ചാൽ ചോദ്യം തീരില്ല. 12 ചോദ്യങ്ങളായി. നിങ്ങൾ ഇങ്ങനെ കഴിച്ചിലായി പോകാൻ പറ്റൂല. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അവസാനമായി പറയട്ടെ, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ഒരുപാട് തരത്തായി സംവാദങ്ങൾ നടക്കാൻ ശ്രമം നടക്കുന്നത്. ശാഖയിൽ കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും, അതേ സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട്, കൊടുത്തോളി എഴുത്തുകാരെയും. അവസാനം പറയും ഷാറെ മുബാറക്കിനെ പറ്റി ചർച്ച ചെയ്യുക, നമുക്ക് കാരന്തൂർ വർക്കിന്റെ മുടി മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല, പ്രശ്നം പൊളിയും. ഏറ്റവും അവസാനം തൃശൂർ ജില്ലാ SKSF ഇവരെ വെല്ലുവിളി സഹിക്കാനിട്ട് എഴുത്തു കൊടുത്തു. കാരന്തൂർ വർക്കിന്റെ വിവാഹത്തെ കുറിച്ച് സംവാദം നടത്താൻ നിങ്ങൾ റെഡി ഉണ്ടോ ചോദിച്ചു. അവർ മറുപടി കൊടുത്തു. ഓണപ്പള്ളി പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിന് യോഗ്യരല്ല, ഇത് ഞങ്ങളെ പരിധിപ്പെട്ടല്ല, ഒഴിഞ്ഞു മാറി. എന്നാൽ യോഗ്യരും പരിധിപ്പെട്ടതല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ്. ഉത്തരവാദപ്പെട്ട സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്, ആദരണീയരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ്. നിങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുഷാവറയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുന്നി യുവജന സംഘമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാമല്ലോ. നിങ്ങൾ പരസ്യമായി ഈ വിവാദമുടിയുടെ കല്ലും നെല്ലും വേർതിരിച്ചാൻ, കേരളീയ മുസ്ലിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ പരസ്യമായ സംവാദം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി ലെറ്റർ കൈമാറുക. ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ.